നമ്മൾ ഒരുപാട് കഷ്ടപ്പെട്ടാണ് പണം സമ്പാദിക്കുന്നത്. പക്ഷെ എത്രയൊക്കെ കാശ് നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലോട്ട് വന്നാലും എപ്പോഴും നമുക്ക് കുറേ മണി വറീസ് ഉണ്ടല്ലേ. റെന്റ്, EMI, ബിൽസ്, മെഡിക്കൽ ചെലവുകൾ, കുട്ടികളുടെ പഠിത്തം, ആ ചെലവ്, ഈ ചെലവ്, അത് പോരാത്തതിന് ഫ്യൂച്ചറിൽ എന്തെങ്കിലും റിട്ടയർമെന്റ് ഒക്കെ നടക്കുമോ എന്നുള്ള കുറേ വറീസ്. നമ്മൾ കാശിന് വേണ്ടി വർക്ക് ചെയ്യാതെ നമുക്ക് വേണ്ടി കാശ് വർക്ക് ചെയ്താൽ എങ്ങനെ ഉണ്ടാവുമെന്ന് എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ നിങ്ങൾ? അതുപോലെ പുവർ ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റ്സ് ഒക്കെ തിരിച്ചറിയാനായിട്ട് എന്തെങ്കിലും നല്ല സിസ്റ്റം ഉണ്ടായിരുന്നെങ്കിൽ എത്ര നല്ലതായിരിക്കുമെന്ന് കുറച്ച് പേരെങ്കിലും ആഗ്രഹിച്ചിട്ടുണ്ടാവും അല്ലെ. വിശ്വസിക്കാൻ പറ്റുന്ന ഒരു സിസ്റ്റം യൂസ് ചെയ്ത് മണി ഈസിയായും സമാധാനപരമായും മാനേജ് ചെയ്യാൻ പറ്റിയിരുന്നെങ്കിൽ എത്ര നല്ലതായിരിക്കും അല്ലെ. എങ്കിൽ ഇതിനൊക്കെ സഹായിക്കുന്ന ഒരു അടിപൊളി ഫൈനാൻസ് ബുക്കായ ലെറ്റ്സ് ടോക്ക് മണി എന്ന ബുക്കിന്റെ ഫുൾ ബുക്ക് സമ്മറിയാണ് ഈ വീഡിയോ. ഇന്ത്യൻ കോണ്ടെക്സ്റ്റ് മൈൻഡിൽ വെച്ചുകൊണ്ട് അതാണോ നല്ലത്, ഇതാണോ നല്ലത് എന്നോർത്ത് തലപ്പുണ്ടാക്കാതെ നമ്മൾ ആഗ്രഹിച്ചതുപോലുള്ള ഡ്രീം ലൈഫ് ജീവിക്കാനുള്ള സ്മാർട്ട് വഴികൾ പറഞ്ഞു തരുന്ന ബുക്കാണിത്. മോണിക്ക ഹാലൻ ആണ് ഈ ബുക്കിന്റെ ഓഥർ. ഫൈനാൻസ് റൈറ്ററായിട്ടും സ്പീക്കറായിട്ടും അത്യാവശ്യം ഫേമസ് ആണ് മോണിക്ക ഹാലൻ. മിൻഡിലെ കൺസൾട്ടിംഗ് എഡിറ്ററായിട്ടും സെബിയിലെ മ്യൂച്വൽ ഫണ്ട് അഡ്വൈസറി കമ്മിറ്റിയിലെ ഒരു മെമ്പറായും ഒരുപാട് നാള് വർക്ക് ചെയ്തിട്ടുണ്ട്. മസ്റ്റായിട്ടും എല്ലാവരും വായിച്ചിരിക്കേണ്ട ബുക്കാണ്. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. പിന്നെ ഇത് ഈ ബുക്കിന്റെ എല്ലാ കീ ഡീറ്റെയിൽസും ഡീറ്റെയിൽഡ് ആയിട്ട് ഷെയർ ചെയ്യുന്ന ഒരു ഫുൾ ബുക്ക് സമ്മറിയാണ്. നല്ല ലെങ്തി ആണ്. സോ ഇപ്പോൾ കാണാൻ ടൈമില്ലെങ്കിലും സേവ് ഫോർ ലേറ്റർ ചെയ്തിട്ട് ടൈം ഉള്ളപ്പോൾ കാണുക. Trust me, this book will change your life. So let's start. Number 1, the money order. നമ്മുടെ മെയിൻ ആയിട്ടുള്ള ഒരു മണി വറിയാണ് കാശ് കുറച്ച് സമ്പാദിച്ചു, ഇനി ഏതിൽ ഇൻവെസ്റ്റ് ചെയ്യും, ഏതിൽ ഇൻവെസ്റ്റ് ചെയ്താലാണ് ഹൈ റിട്ടേൺസ് കിട്ടുക, റിസ്ക് ഫ്രീ ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റ്സ് ഏതൊക്കെയാണ് എന്നതെല്ലാം അല്ലേ. ബട്ട് ഈ പറയുന്ന ഇൻവെസ്റ്റ്മെന്റ്സ് അല്ലാതെ മണി ഫിറ്റ്നസിന് വേറെ കുറെ കാര്യങ്ങൾ കൂടി കൺസിഡർ ചെയ്യണം. ഇതിനൊക്കെ വേണ്ടി നമുക്കൊരു സിസ്റ്റമാണ് വേണ്ടത്, അല്ലാതെ ഒരു സിംഗിൾ ഷോർട്ട് സൊല്യൂഷൻ അല്ല. നമ്മുടെ ഫൈനാൻഷ്യൽ ലൈഫിനെ ഒരു മണി ബോക്സ് ആയിട്ടാണ് കാണേണ്ടത്. ആ മണി ബോക്സിൽ നമ്മൾ സമ്പാദിക്കുന്ന കാശൊക്കെ നിറയ്ക്കുന്നു, പിന്നീട് ഓരോ ചിലവുകൾക്കും അതിൽ നിന്ന് യൂസ് ചെയ്യുന്നു. ചിലവുകൾ കഴിഞ്ഞ് ബാക്കി വരുന്ന കാശ് ഇൻവെസ്റ്റ് ചെയ്യുന്നു. കാശ് കുറെ സേവ് ചെയ്ത് ഒരു ലാൻഡ് വാങ്ങുന്നു, ഗോൾഡ് വാങ്ങുന്നു. ഇങ്ങനെയായിരിക്കും നമ്മൾ ഒരുപാട് പേരും ചെയ്തു വരാറുള്ളതല്ലേ. നമ്മൾ ചെയ്യുന്ന ഏറ്റവും ആദ്യത്തെ മിസ്റ്റേക്ക് ഇതാണ്. ഈ മണി ബോക്സിനെ ജസ്റ്റ് ഇൻവെസ്റ്റ്മെന്റ് ചെയ്യാനുള്ള കാശ് സൂക്ഷിക്കുന്ന ഒരു കണ്ടെയ്നർ ആയിട്ട് മാത്രമാണ് കാണുന്നത്. അപ്പൊ നമുക്കൊരു ഡൗട്ട് തോന്നാം, ഇങ്ങനെ അല്ലാതെ പിന്നെ ഇപ്പോൾ ആ മണി ബോക്സിനെ എങ്ങനെയാണ് കാണേണ്ടതെന്ന്. ആക്ച്വലി ഈ പറയുന്ന മണി ബോക്സ് നമ്മുടെ ക്യാഷ് ഫ്ലോ സ്ട്രീം ചെയ്യാനും ഒരു എമർജൻസി വരുമ്പോൾ സേവിങ്സിനെ പ്രൊട്ടക്ട് ചെയ്തുകൊണ്ട് ആ ഒരു എമർജൻസി സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്യാനും ഇൻവെസ്റ്റ് ചെയ്യാനും ഒക്കെയാണ്. ഇതിനായിട്ട് പല രീതിയിലെ പ്രോഡക്ട്സ് നമുക്ക് ചൂസ് ചെയ്യേണ്ടി വരും. ഒരുപാട് പ്രോഡക്ട്സ് അവൈലബിൾ ആയിട്ടുള്ള ഈ സമയത്ത് ഏതാണ് നല്ല പ്രോഡക്റ്റ് എന്ന് ചൂസ് ചെയ്യുന്നത് ഈസി ആക്കുന്ന ഒരു കാര്യമാണ് ഈ മണി ബോക്സിലെ എന്താവശ്യത്തിന് വേണ്ടിയാണ് ഒരു പ്രോഡക്റ്റ് വേണ്ടത് എന്ന് കറക്റ്റ് ആയിട്ടുള്ള അണ്ടർസ്റ്റാൻഡിങ്. ലെറ്റ്സ് ടോക്ക് മണി എന്ന ഈ ബുക്ക് നമ്മുടെ ആവശ്യങ്ങൾക്കും സിറ്റുവേഷനും അനുസരിച്ച് എങ്ങനെയാണ് മണി ബോക്സ് എന്നൊരു സിസ്റ്റം ഉണ്ടാക്കുന്നത്, എന്നിട്ട് കാശിനെ കുറിച്ച് ഒരുപാട് വറി ചെയ്യാതെ കോൺഫിഡന്റ് ആയിട്ടും എങ്ങനെ ജീവിക്കാം എന്നുമെല്ലാമാണ് കാണിച്ചു തരുന്നത്. ഇനി ഈ ബുക്ക് സമ്മറി വീഡിയോ കണ്ട് ഓർ ഈ ബുക്ക് വായിച്ചു മണി ബോക്സ് നാളെ തന്നെ ഫുള്ള് സെറ്റപ്പ് ചെയ്തേക്കാം എന്ന് നിങ്ങൾ വിചാരിച്ചാലും അത് നടക്കില്ല. ആക്ച്വലി മണി ബോക്സ് സെറ്റപ്പ് ചെയ്യുന്ന പണികൾ നിങ്ങൾ ഇന്ന് തന്നെയോ ഓർ നാളെയോ തുടങ്ങിക്കോളും. ബട്ട് അത് അതിൻ്റെതായ ആ ഒരു ഫുൾ രൂപത്തിലെത്താൻ കുറച്ച് സമയം എടുക്കും. ഒരു 6 മാസമെങ്കിലും പേഷ്യൻ്റ് ആയിട്ട് വെയിറ്റ് ചെയ്യാം. പഠിച്ച കാര്യങ്ങൾ അപ്ലൈ ചെയ്യാം, അപ്പോൾ ഓക്കെയാണ്. നമ്പർ 2, ഡോണ്ട് സ്റ്റാഷ് ദാറ്റ് ക്യാഷ്. കാശിനെ ഇങ്ങനെ ഒരു ഭാഗത്ത് ഒരിക്കലും കൂട്ടിയിടരുത്. ഇൻഫ്ലോയും ഔട്ട്ഫ്ലോയും പ്രോപ്പറായി മാനേജ് ചെയ്യുന്ന ഒരു സിസ്റ്റം ഇല്ലാത്തതാണ് മിക്ക ഫൈനാൻഷ്യൽ പ്ലാൻസ് ഫെയിൽ ആകുന്നതിനുള്ള ഒരു റീസൺ. നമുക്ക് മാസത്തിന്റെ തുടക്കത്തിൽ കാശ് അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആവുന്നതേ അറിയുള്ളൂ. അപ്പോഴേക്കും ബിൽസ്, EMI, ഫീസ്, മന്ത്ലി എക്സ്പെൻസസ് എന്നൊക്കെ പറഞ്ഞ് ഓരോന്നിനും കാശ് എടുത്ത് കഴിയുമ്പോൾ ബാക്കിയൊന്നുമില്ല. എവിടെ നിന്ന് ഇപ്പൊ സേവ് ചെയ്യാനാ എന്നും തോന്നും. അതൊക്കെ സോൾവ് ചെയ്യാൻ നമുക്ക് ഈ മണി ബോക്സ് സിസ്റ്റം ക്രിയേറ്റ് ചെയ്യാൻ തുടങ്ങാം. ഇതിനായിട്ട് ഫസ്റ്റ് 3 ഡിഫറെന്റ് ബാങ്ക് അക്കൗണ്ട്സ് ആണ് വേണ്ടത്. അതും എല്ലാം ഓൺലൈനായി ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന പോലത്തത്. ഇതൊക്കെ ഇപ്പോഴത്തെ ഡിജിറ്റൽ വേൾഡിൽ അത്ര പാടല്ല. 3 അക്കൗണ്ട് ഇല്ലെങ്കിൽ ഫസ്റ്റ് അത് ക്രിയേറ്റ് ചെയ്യാം. എന്നിട്ട് ഈ ഓരോ ബാങ്ക് അക്കൗണ്ടിനും നമുക്കൊന്ന് ലേബിൾ ചെയ്യണം. ഇൻകം അക്കൗണ്ട്, സ്പെൻഡ് ഇറ്റ് അക്കൗണ്ട് ആൻഡ് ഇൻവെസ്റ്റ് ഇറ്റ് അക്കൗണ്ട്. നമ്മുടെ സാലറി, മറ്റേതെങ്കിലും സോഴ്സസിൽ നിന്ന് വരുന്ന വരുമാനം ലൈക്ക് റെന്റൽ ഇൻകം ഉണ്ടെങ്കിൽ അത്, ഓർ ഏതെങ്കിലും പാസീവ് ഇൻകം ഉണ്ടെങ്കിൽ അത്, അങ്ങനെ എല്ലാ ഇൻകമും വന്നു വീഴേണ്ട സ്ഥലമാണ് നമ്മുടെ ഈ ഇൻകം അക്കൗണ്ട്. അങ്ങനെ മാസത്തിന്റെ തുടക്കത്തിൽ ഇൻകം വന്നതും അപ്പോൾ തന്നെ കുറച്ച് കാശ് സ്പെൻഡ് ഇറ്റ് അക്കൗണ്ടിലോട്ട് ട്രാൻസ്ഫർ ചെയ്യാം. ഇനി എത്രയാണ് ഇതിലോട്ട് ട്രാൻസ്ഫർ ചെയ്യേണ്ടത് എന്ന് അറിയണമെങ്കിൽ നമ്മുടെ മന്ത്ലി എക്സ്പെൻസസ് ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. നമുക്ക് വേണേൽ ഓരോന്നായി എഴുതി നോക്കാം. അങ്ങനെയുള്ള ബഡ്ജറ്റിംഗ് ഇത്തിരി പണിയാണ്. കുറച്ച് ചെയ്തിട്ട് പിന്നെ നമ്മൾ അതങ്ങ് വിടും. സോ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് റഫ് കാൽക്കുലേഷൻ ഇടുക. വലിയ വലിയ ചെലവുകൾ ലൈക്ക് റെന്റ്, EMI, ബിൽ പേയ്മെന്റ്സ് ഒക്കെ ആഡ് ചെയ്തിട്ട് മറ്റ് ലിവിങ് എക്സ്പെൻസസ് ഒരു റഫ് എസ്റ്റിമേറ്റ് ഇട്ട് ആഡ് ചെയ്യാം.
ആ ഒരു എമൗണ്ട് ആണ് സ്പെൻഡിറ്റിലോട്ട് ട്രാൻസ്ഫർ ചെയ്യേണ്ടത്. ബാക്കി ഇൻകം അക്കൗണ്ടിൽ കാശ് എത്ര തന്നെ ഉണ്ടോ അത് ഇൻവെസ്റ്റഡ് അക്കൗണ്ടിലോട്ട് ട്രാൻസ്ഫർ ചെയ്തിടുക. ആ കാശ് ഇപ്പോൾ ഒന്നും ചെയ്യണ്ട, കുറച്ച് മന്ത്സ് കൂടി അവിടെ അങ്ങ് കിടന്നോട്ടെ, നമുക്ക് വേറെ കുറച്ച് പണികൾ കൂടി ചെയ്തിട്ട് ഇൻവെസ്റ്റ്മെന്റ്സ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഈ ഒരു സിസ്റ്റം ഉണ്ടാക്കുന്ന തുടക്കത്തിലെ കുറച്ച് മാസങ്ങൾ, സേ ലൈക്ക് 3 മാസങ്ങളിൽ എക്സ്പെൻസസ് ശരിയായിട്ട് കാൽക്കുലേറ്റ് ചെയ്ത് മാനേജ് ചെയ്യാനായിട്ട് ഇൻവെസ്റ്റഡ് അക്കൗണ്ടിലോട്ട് ട്രാൻസ്ഫർ ചെയ്യുന്നതിന് മുമ്പ് കുറച്ച് എക്സ്ട്രാ കാശ് ഇൻകമിൽ തന്നെ ഒരു ബഫർ ആയിട്ട് കരുതുക. വൺസ് അത് സെറ്റ് ആയിട്ട് അതിന്റെ ആവശ്യം ഉണ്ടാവില്ല. ഇനി സേവിങ്സ് ഒക്കെ മാസം അവസാനം ആവുമ്പോൾ ബാക്കിയുള്ളത് എടുത്താൽ പോരെ, അതല്ലേ സേഫ് എന്ന് നമുക്ക് തോന്നാം. ബട്ട് ഈ മാസം അവസാനം ആകുമ്പോൾ ബാക്കി കാശ് എന്ന് പറയുന്ന സംഭവം റെയർ ആണ്. ഓൾസോ ഇങ്ങനെ ഒരു സിസ്റ്റം യൂസ് ചെയ്ത് ഒരു നെയിം ലേബിൾ ചെയ്ത് കാശ് ട്രാൻസ്ഫർ ചെയ്താൽ പിന്നീട് തിരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാൻസ്ഫർ ഇല്ല എന്ന കാര്യം സ്ട്രിക്റ്റ് ആണ്. ഇൻവെസ്റ്റഡ് അക്കൗണ്ടിൽ നിന്നും ഒരിക്കലും ചിലവുകൾക്കായിട്ട് കാശ് എടുക്കാൻ പാടില്ല. ഐഡിയലി ഇൻകമിന്റെ 15 to 20% എങ്കിലും സേവിങ്സ് ആയിട്ട് മാറ്റണം, ഓർ മിനിമം 10% എങ്കിലും മാറ്റാൻ പറ്റണം. അതിന് സാധിക്കുന്നില്ലെങ്കിൽ നമ്മുടെ എക്സ്പെൻസസ് കൂടുതലാണ്. സോ അതൊന്ന് വർക്ക്ഔട്ട് ചെയ്ത് നോക്കുക. ഏതൊക്കെ കട്ട് ഷോട്ട് ചെയ്യാൻ പറ്റും, മൂവിക്ക് പോകുന്ന ചെലവ്, ഔട്ട്സൈഡ് ഫുഡ് ഓർഡർ ചെയ്യുന്നത്, ആവശ്യമില്ലാത്ത ബൈയിങ്സ്, സബ്സ്ക്രിപ്ഷൻസ്, അങ്ങനെ ഒന്നിരുന്ന് വർക്ക്ഔട്ട് ചെയ്ത് കറക്റ്റ് ചെയ്യേണ്ടി വരും. ഇനി നിങ്ങൾ സിംഗിൾ അല്ല, മാരീഡ് ആണെങ്കിൽ ഫാമിലിക്കായിട്ട് സ്പെൻഡിറ്റ് അക്കൗണ്ട് ജോയിന്റ് അക്കൗണ്ട് ആക്കി അതിൽ ഹസ്ബൻഡ് ആൻഡ് വൈഫ് രണ്ടുപേരും കോൺട്രിബ്യൂട്ട് ചെയ്യാം. ബട്ട് ഇൻകം ആൻഡ് ഇൻവെസ്റ്റഡ് അക്കൗണ്ട് 2 പേർക്കും സെപ്പറേറ്റ് തന്നെ ആയിരിക്കണം. അപ്പൊ കാശ് ഫുള്ള് എല്ലാം കൂടി ഒരു അക്കൗണ്ടിൽ കൂട്ടിയിടാതെ എല്ലാത്തിനും ഓരോ പേരിട്ട് മാറ്റാനായിട്ട് മനസ്സിലായി കാണുമല്ലോ. നെക്സ്റ്റ്, ഈ സിസ്റ്റത്തിന് വേണ്ടി എന്താണ് ചെയ്യേണ്ടതെന്ന് നോക്കാം. നമ്പർ 3, എമർജൻസീസ് നീഡ് എ ഫണ്ട്. എമർജൻസി ടൈമിൽ യൂസ് ചെയ്യാൻ കാശ് മാറ്റി വെക്കുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അത് നമുക്ക് ആവശ്യമുള്ളപ്പോൾ കാശ് എടുക്കാനുണ്ടാകുമോ എന്നുള്ള വരി മാറ്റുന്നത് മാത്രമല്ല, ലോങ് ടേം ഇൻവെസ്റ്റ്മെന്റിന് വേണ്ടി കാശ് ഫ്രീ ആക്കുക കൂടിയാണ് ചെയ്യുന്നത്. കാറിൽ സഞ്ചരിക്കുമ്പോൾ സീറ്റ് ബെൽറ്റ് ഇടുന്നത് പോലെയാണിത്. സീറ്റ് ബെൽറ്റ് സേഫ്റ്റിക്ക് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഞാൻ എത്രയോ പ്രാവശ്യം കാറിൽ ട്രാവൽ ചെയ്തിട്ടുണ്ട്, ഇതുവരെ ഒന്നും സംഭവിച്ചിട്ടില്ല. ഓൾസോ ഞാൻ നല്ല എക്സ്പേർട്ട് ഡ്രൈവർ ആണ് എന്നൊക്കെ പറഞ്ഞ് സീറ്റ് ബെൽറ്റ് ഇടാതെ പോയാൽ എങ്ങാനും അത്ര എക്സ്പേർട്ട് അല്ലാത്ത ഒരാൾ വന്ന് എന്റെ കാറിൽ ഇടിച്ചാൽ പണി കിട്ടുന്നത് എനിക്കാണല്ലോ. സോ അതുപോലെയാണ് എമർജൻസി ഫണ്ട്. ചിലപ്പോൾ ഇതുവരെ യൂസ് ചെയ്യേണ്ട ആവശ്യം വന്ന് കാണില്ല. അത് പറഞ്ഞ് ഒരിക്കലും വരില്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. മനുഷ്യന്റെ കാര്യമല്ലേ, എപ്പോൾ വേണമെങ്കിലും എന്ത് വേണമെങ്കിലും സംഭവിക്കാം. ചിലപ്പോൾ പെട്ടെന്ന് ഒരു സുപ്രഭാതത്തില് ജോലി നഷ്ടപ്പെട്ടേക്കാം, മെഡിക്കൽ എമർജൻസി എന്തെങ്കിലും വന്നേക്കാം, വീട്ടിൽ സമ്പാദിക്കുന്ന ആള് മരണപ്പെട്ടേക്കാം, നാച്ചുറൽ കലാമിറ്റീസ് ഓർ കോവിഡ് പോലത്തെ എന്തെങ്കിലും പാൻഡമിക് വന്ന് ഉണ്ടാക്കിയ പ്ലാൻസ് ഒക്കെ മുടങ്ങി പോയേക്കാം. അങ്ങനെ എന്ത് വേണമെങ്കിലും ആവാം. ഇതൊക്കെ കേട്ട് ഡെസ്പ് അടിക്കാനോ ടെൻഷൻ അടിക്കാനോ അല്ല ഞാൻ പറയുന്നത്. ജസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ നമുക്ക് നമ്മളോട് തന്നെ ചോദിക്കാം. നമ്മളിൽ എത്ര പേരാണ് എങ്ങാനും ഒരു എമർജൻസി വന്നാൽ കാശ് മറിക്കാൻ വേണ്ടേ എന്ന് പറഞ്ഞ് ലോങ് ടേം ഇൻവെസ്റ്റ്മെന്റ് ചെയ്യാൻ മടിക്കുന്നത്? ആ ഒരു പേടിയാണ് നമ്മളെ ചില റിസ്ക്സ് എടുക്കാനായിട്ട് തടസ്സമാക്കുന്നത്. അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് പ്ലാൻസ് ഒന്നും ഇല്ലാതെ കുറെ ക്യാഷ് ലിക്വിഡ് ആയിട്ട് ബാങ്കിൽ ചുമ്മാ ഡെപ്പോസിറ്റ് ചെയ്തിട്ടിരിക്കുന്നു. ഇവിടെയാണ് എമർജൻസി ഫണ്ടിന്റെ റോള്. ലൈഫിൽ ഉണ്ടാവുന്ന അൺപ്ലാൻഡ് ഇവന്റ്സിന് വേണ്ടി ഒരു എമർജൻസി ഫണ്ട് കരുതിയാൽ ഓക്കെ, ഇൻ കേസ് ഓഫ് എമർജൻസി എനിക്ക് യൂസ് ചെയ്യാൻ ഒരു ഫണ്ട് ഉണ്ട് എന്ന വിശ്വാസത്തിൽ ബാക്കി ഫൈനാൻഷ്യൽ പ്ലാൻസ് ഒക്കെ സ്മാർട്ട് ആയിട്ട് ചെയ്യാം. പിന്നെ ഈ എമർജൻസി ഫണ്ട് എന്ന് ലേബിൾ ചെയ്യുന്ന ഫണ്ട് അൺപ്ലാൻഡ് ഫൈനാൻഷ്യൽ എമർജൻസിക്ക് മാത്രമേ യൂസ് ചെയ്യാവുള്ളൂ. അത് സ്ട്രിക്റ്റ് ആണ്. EMI അടയ്ക്കാൻ കാശില്ല, ലോണ് പെൻഡിങ് ആണ് എന്നൊന്നും പറഞ്ഞ് അതിൽ തൊടാൻ പാടില്ല. ഇനി നെക്സ്റ്റ് അറിയാനുള്ളത്, എത്ര കാശാണ് എമർജൻസി ഫണ്ടായിട്ട് കരുതേണ്ടത് എന്ന്. ഒരു റഫ് റൂൾ ഓഫ് തമ്പ് എന്താണെന്നാൽ അത് 6 മാസം മുതൽ 2 വർഷം വരെയുള്ള ലിവിംഗ് എക്സ്പെൻസസ് ആണ്. റെന്റ്, EMI, സ്കൂൾ ഫീസ്, യൂട്ടിലിറ്റീസ്, പ്രീമിയംസ്, ക്രെഡിറ്റ് കാർഡ് ചാർജസ്, അങ്ങനെയുള്ള എല്ലാ ലിവിംഗ് എക്സ്പെൻസസ് ആണ് കൺസിഡർ ചെയ്യേണ്ടത്. അതായത് നമ്മൾ സ്പെൻഡിറ്റ് അക്കൗണ്ടിലോട്ട് മാറ്റുന്ന എമൗണ്ടിന്റെ 6 ടൈംസ് എങ്കിലും മിനിമം വേണം. ഇത് പല കാര്യങ്ങളെ വെച്ച് വേരി ചെയ്യും. ഫോർ എക്സാമ്പിൾ, ഓൾഡ് പാരന്റ്സ്, കുട്ടികൾ, അങ്ങനെയുള്ള ഡിപ്പെൻഡൻസ് ഇല്ലാത്ത എന്നാൽ ഡബിൾ ഇൻകം വരുന്ന ഒരു ഫാമിലിക്ക് മേ ബി മിനിമം 3 or 6 months മതിയാവും. ബട്ട് ഡിപ്പെൻഡൻസ് ഉണ്ട്, EMI ഉണ്ട്, ഫാമിലിക്ക് സിംഗിൾ സോഴ്സ് ഓഫ് ഇൻകം ആണെങ്കിലും 1 year വരേക്കുള്ള എക്സ്പെൻസസ് എങ്കിലും എമർജൻസി ഫണ്ടായിട്ട് കരുതണം. ഓൾസോ റിസ്ക് കൂടുന്തോറും കൂടുതൽ എമൗണ്ട് സേവ് ചെയ്യേണ്ടി വരും. 50s ഉള്ളവർക്കാണെങ്കിൽ 2 വർഷം വരെ കരുതുന്നതായിരിക്കും കൂടുതൽ നല്ലത്. ഇനി നെക്സ്റ്റ്, ഈ എമർജൻസി ഫണ്ടിന്റെ കാശ് എവിടെയാണ് സൂക്ഷിക്കേണ്ടത് എന്ന് കാണാം. നമുക്ക് ഈ ഫണ്ട് എപ്പോഴും ആക്സസിബിളും ആയിരിക്കണം, ഒപ്പം അതിന്റെ വാല്യൂ കുറയാനും പാടില്ല. ഇതിനായിട്ട് ബാങ്കിൽ സേവിങ്സിൽ ഡെപ്പോസിറ്റ് ആയിട്ട് കാശ് അനക്കാതെ ഇടുന്നതാണ് ഏറ്റവും വലിയ മിസ്റ്റേക്ക്. സേവിങ്സിന്റെ ഇൻട്രസ്റ്റ് റേറ്റ് 2 point something % ആയിരിക്കും. സോ ഇതൊരു ബെസ്റ്റ് ഓപ്ഷൻ അല്ല.
ഇതിനായിട്ടുള്ള ഫസ്റ്റ് ആൻഡ് ഈസി ഓപ്ഷൻ ആണ് ഫിക്സഡ് ഡെപ്പോസിറ്റ് അഥവാ FD. ഇതിന്റെ ഇൻട്രസ്റ്റ് റേറ്റ് മറ്റു ഫൈനാൻഷ്യൽ പ്രൊഡക്ട്സിനെ അപേക്ഷിച്ച് കുറവാണെങ്കിലും കുഴപ്പമില്ല, ഡീസന്റ് ആണ്. ഓൾസോ എപ്പോൾ വേണമെങ്കിലും ഈസി ആയിട്ട് വിഡ്രോ ചെയ്തെടുക്കാനും പറ്റും. ഇതിൽ ഫ്ലെക്സി FDs ഓപ്ഷൻ ഉള്ളതാണെങ്കിൽ അത് ട്രൈ ചെയ്യാം. ഇല്ലെങ്കിൽ എമൗണ്ട് ഫുൾ ആയിട്ട് ഒരു FDയിൽ ഇടാതെ സ്പ്ലിറ്റ് ചെയ്ത് പല FD ആയിട്ട് എടുക്കുക. സോ ഇൻ കേസ് മെച്ചൂരിറ്റിക്ക് മുമ്പ് കുറച്ച് എമൗണ്ട് വിഡ്രോ ചെയ്യേണ്ടി വന്നാലും എൻറ്റയർ ഫണ്ടിന്റെ ഇൻട്രസ്റ്റ് എമൗണ്ടിനെ അഫക്ട് ചെയ്യില്ല. ഇനി FD അല്ലാതെ ഇതിനായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോഡക്റ്റ് ആണ് ഷോർട്ട് ടേം ഡെറ്റ് മ്യൂച്വൽ ഫണ്ട്. ഇത് FDയേക്കാളും നല്ല റിട്ടേൺസ് തരും, ഈസി ആക്സസിബിളും ആണ്. ബട്ട് മ്യൂച്വൽ ഫണ്ട്സിനെ കുറിച്ച് ചെറിയൊരു ഐഡിയ വേണം ഇതിലോട്ട് പോവാൻ. സോ ബിഗിനേഴ്സ് FD വെച്ച് സ്റ്റാർട്ട് ചെയ്താലും മതി. ഇനി 6 മാസത്തെ ചെലവ് എന്ന് കേൾക്കുമ്പോൾ വലിയ എമൗണ്ട് ആയി തോന്നും. ഫോർ എക്സാമ്പിൾ 50,000 മന്ത്ലി എക്സ്പെൻസസ് ഉള്ള ഒരാൾക്ക് 1 ഇയർ ആണ് പ്ലാൻ ചെയ്യുന്നതെങ്കിൽ മിനിമം 6 ലക്ഷമെങ്കിലും എമർജൻസി ഫണ്ടായിട്ട് കരുതണം. ബട്ട് ഇതാണ് നമ്മുടെ ആദ്യത്തെ ഇൻവെസ്റ്റ്മെന്റ് എന്ന് മനസ്സിൽ കരുതുക. മൈൻഡ് ഡൈവേർട്ട് ആകരുത്. അല്ലാതെ കുറച്ച് മന്ത്സ് സാലറി വന്നു, കുറച്ച് എമൗണ്ട് ഒക്കെ സേവ് ചെയ്തു, അത് കൊണ്ടുപോയിട്ട് റിയൽ എസ്റ്റേറ്റിൽ ഇടാം ഓർ ഗോൾഡ് വാങ്ങിക്കാം എന്ന് ഒരിക്കലും വിചാരിക്കരുത്. എമർജൻസി ഫണ്ട് ഫുൾ ആയിട്ട് ബിൽഡ് ചെയ്തിട്ട് മറ്റ് ലോങ് ടേം ഇൻവെസ്റ്റ്മെന്റ്സ് തുടങ്ങാവുള്ളൂ. ഇനി ലോങ് ടേം ഇൻവെസ്റ്റ്മെന്റ്സ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് മറ്റു കുറച്ച് പ്രൊട്ടക്ഷൻസ് കൂടി എടുക്കേണ്ടതുണ്ട്. അതാണ് നെക്സ്റ്റ്. നമ്പർ 4, ബിൽഡിംഗ് യുവർ പ്രൊട്ടക്ഷൻ. ഒരു പനിയായിട്ട് നമ്മൾ ഡോക്ടറിനെ കാണാൻ പോകുമ്പോൾ അതിന്റെ ചിലവ് നമ്മൾ അത്ര മൈൻഡ് ആക്കാറില്ല. ബിക്കോസ് ഡോക്ടർ ഫീസ്, മരുന്നിന്റെ ചിലവ്, ഇതൊക്കെ നമ്മുടെ മന്ത്ലി ബഡ്ജറ്റിനെ അത്ര അഫക്ട് ചെയ്യാത്ത ഒരു അളവിലേ ഉണ്ടാവുള്ളൂ. ബട്ട് എപ്പോൾ വേണമെങ്കിലും കുറച്ച് സീരിയസ് ആയിട്ടുള്ള എന്തെങ്കിലും ലൈക്ക് ഒരു സർജറി, സ്ട്രോക്ക്, ഹാർട്ട് അറ്റാക്ക് അങ്ങനെ എന്തെങ്കിലും വന്ന് ട്രീറ്റ്മെന്റ് എടുക്കേണ്ടി വന്നാൽ പിന്നെ ബാങ്ക് അക്കൗണ്ട് ഫുള്ള് കാലിയാവും. ഇതുപോലെ ഒരു മെഡിക്കൽ എമർജൻസി മനസ്സിൽ കണ്ടുകൊണ്ടാണ് ചിലരൊക്കെ കാശ് കുറച്ച് സേവിങ്സ് അക്കൗണ്ടിൽ സൂക്ഷിച്ചു വെക്കുന്നത്. പക്ഷെ ഈ ഒരു റിസ്ക് ചെറിയൊരു ഫീസ് അടച്ച് മറ്റൊരാൾക്ക് ട്രാൻസ്ഫർ ചെയ്താൽ പിന്നെ ഇങ്ങനെ ടെൻഷൻ അടിച്ച് മണി ഇൻവെസ്റ്റ് ചെയ്യാതെ സേവിങ്സിൽ തന്നെ വയ്ക്കേണ്ട കാര്യമില്ല. അവിടെയാണ് മെഡിക്കൽ ഇൻഷുറൻസിന്റെ റോള്. ഈ ബുക്കിൽ പറയുന്നത് മെഡിക്കൽ ഇൻഷുറൻസ് എടുക്കുക എന്നത് ലൈഫ് ഇൻഷുറൻസ് എടുക്കുന്നതിനേക്കാളും കൂടുതൽ ഇമ്പോർട്ടന്റ് ആണ്. ഒരു അസുഖം വന്ന് ഹോസ്പിറ്റലിൽ പോകുന്നതായിരിക്കും കൂടുതൽ കമ്പയർ ടു മരിക്കുന്നത്. പക്ഷെ നമ്മുടെ മുന്നിലുള്ള ഒരു ചാലഞ്ചാണ് നല്ല പോളിസി കണ്ടുപിടിക്കുക എന്നത്. മെഡിക്കൽ കവർ തരുന്ന പല കമ്പനീസ് ഉണ്ട്, ഓരോ കമ്പനിക്കും പലതരം പ്രോഡക്ട്സും ഉണ്ട്. സോ അതിൽ നിന്ന് നല്ലൊരെണ്ണം കണ്ടുപിടിക്കാനാണ് പാട്. അതോർത്ത് തന്നെ ഒരുപാട് പേരും ഇത് പോസ്റ്റ്പോൺ ചെയ്യും. ബട്ട് നമുക്ക് ഒരു മെഡിക്കൽ എമർജൻസി എപ്പോഴാ വരുന്നത് എന്ന് പറയാൻ പറ്റില്ല. ഇനി ഇവിടെ നെക്സ്റ്റ് ഉള്ള ക്വസ്റ്റ്യൻ ആണ്, എനിക്ക് എന്റെ ഓഫീസിൽ മെഡിക്കൽ ഇൻഷുറൻസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, അതുപോലെ ബട്ട് സ്റ്റിൽ അതിനോടൊപ്പം സ്വന്തമായ ഒരു മെഡിക്കൽ ഇൻഷുറൻസ് പോളിസി കൂടി എടുക്കുന്നതാണ് നല്ലതെന്ന് റെക്കമെൻഡ് ചെയ്യുന്നത്. ഒന്നാമത്, ഓഫീസിലെ പോളിസി നമുക്ക് ആവശ്യമുള്ള രീതിയിൽ കവറേജ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യണം. രണ്ടാമതാണ് മെയിൻ, ഈ ഓഫീസിൽ നിന്ന് കിട്ടുന്ന മെഡിക്കൽ ഇൻഷുറൻസ് ജോലി എപ്പോഴാണോ പോകുന്നത് അപ്പോൾ തീരും. എങ്ങാനും 40s or 50s വെച്ച് ജോബ് സ്റ്റോപ്പ് ആയെങ്കിൽ അതിനുശേഷം ഒരു മെഡിക്കൽ കവർ എടുക്കുക എന്നത് ഇത്തിരി പാടാണ്. അപ്പോഴേക്കും ചിലപ്പോൾ കുറച്ച് മെഡിക്കൽ കണ്ടീഷൻസ് നമുക്ക് വന്നേക്കാം. മിക്ക കമ്പനീസും പ്രീ എക്സിസ്റ്റിംഗ് ഡിസീസസിനെ കവർ ചെയ്യില്ല. ഒരുപാട് വയസ്സായാലും ചിലപ്പോൾ പോളിസിയെ കിട്ടില്ല. ബട്ട് ഇൻ കേസ് ആർമി ഒഫീഷ്യൽസ് ആണ്, പോസ്റ്റ് റിട്ടയർമെന്റിലും മെഡിക്കൽ കവർ ഉണ്ടെങ്കിൽ ഇറ്റ്സ് ഓക്കെ, സെപ്പറേറ്റ് ഒരു പോളിസിയുടെ ആവശ്യമില്ല. ഇനി നെക്സ്റ്റ് നമ്മൾ ചെക്ക് ചെയ്യേണ്ട ഒരു ക്വസ്റ്റ്യൻ ആണ്, എത്ര രൂപയുടെ പോളിസിയാണ് നമുക്ക് വേണ്ടതെന്ന്. ഇത് ആക്ച്വലി പല കാര്യങ്ങളെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. നമ്മൾ താമസിക്കുന്ന സ്ഥലം റൂറൽ ആണോ, സിറ്റി ആണോ, പിന്നെ നമ്മൾ ട്രീറ്റ്മെന്റ് എടുക്കാൻ പോകുന്ന ഹോസ്പിറ്റൽ പ്രിഫറൻസസ്, സാധാ ഹോസ്പിറ്റൽ മതിയോ ഓർ നല്ല പോഷ് ഹോസ്പിറ്റൽ ആണോ വേണ്ടത് എന്നുമല്ല. ബട്ട് റഫ്ലി 3 lakhs മുതൽ 15 lakhs വരെയുള്ള മെഡിക്കൽ പോളിസി കവർ ആണ് നമ്മൾ ടാർഗറ്റ് ചെയ്യേണ്ടത്. നേരത്തെ പറഞ്ഞ പോലത്തെ ക്രൈറ്റീരിയാസിനെ ഡിപ്പെൻഡ് ചെയ്താണ് ഈ റേഞ്ച്. ന്യൂക്ലിയർ ഫാമിലീസ് ഫാമിലി ഫ്ലോട്ടർ എന്നുള്ള ഓപ്ഷനും കൺസിഡർ ചെയ്യാവുന്നതാണ്. ഫോർ എക്സാമ്പിൾ, അച്ഛൻ, അമ്മ, 2 കുട്ടികളുള്ള ഫാമിലി 15 lakhsന്റെ ഒരു ഫാമിലി ഫ്ലോട്ടർ പോളിസി എടുക്കുകയാണെങ്കിൽ ആർക്ക് വേണമെങ്കിലും ഒരു മെഡിക്കൽ ആവശ്യം വരുമ്പോൾ ആ പൂളിൽ നിന്നും യൂസ് ചെയ്യാം. 15 lakhsന്റെ പ്രീമിയം അടയ്ക്കുമ്പോൾ അതും ഒരു ഹോസ്പിറ്റൽ ആവശ്യം വരാതെ അടയ്ക്കുമ്പോൾ വല്ലാതെ തോന്നുമെങ്കിലും എന്തെങ്കിലും ഒരു മേജർ മെഡിക്കൽ എമർജൻസി വരുമ്പോഴാണ് ഇങ്ങനെ അടച്ച പ്രീമിയമിന്റെ ബെനിഫിറ്റ് നമുക്ക് മനസ്സിലാവുള്ളൂ. ഇനി നെക്സ്റ്റ്, ഏത് പോളിസിയാണ് നമുക്ക് വാങ്ങേണ്ടത് എന്ന് നോക്കാം. ഇവിടെ ഈ കമ്പനിയുടെ പോളിസിയാണ് നല്ലത്, അത് വാങ്ങൂ എന്നല്ല പറയാൻ പോകുന്നത്. ഒരു പോളിസി ചൂസ് ചെയ്യുമ്പോൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത് എന്നാണ് പറയാൻ പോകുന്നത്. നമ്മുടെ സിറ്റുവേഷൻ അനുസരിച്ച് ഈ പറയാൻ പോകുന്ന ഫാക്ടേഴ്സ് വെച്ച് നന്നായി അനലൈസ് ചെയ്യുക. വേണമെങ്കിൽ ഫൈനാൻഷ്യൽ പ്ലാനേഴ്സിന്റെ ഹെൽപ്പും എടുക്കുക. ഓരോ പോളിസിയുടെ റേറ്റിംഗ്സ് ഓൺലൈനിൽ ചെക്ക് ചെയ്യാം. ബട്ട് അത് മാത്രം ബ്ലൈൻഡ് ആയിട്ട് ട്രസ്റ്റ് ചെയ്യാതെ 3 മെയിൻ കാര്യങ്ങളാണ് നമ്മൾ നോക്കേണ്ടത്. ഒന്നാമത് പ്രൈസ്, രണ്ടാമത് ബെനിഫിറ്റ്സ്, മൂന്നാമത് ക്ലെയിംസ്. ഇനി ഈ ഒന്നാമത്തെ പ്രൈസിന്റെ പാർട്ടിൽ നമുക്ക് 2 മെയിൻ കാര്യങ്ങളാണ് ഇവാലുവേറ്റ് ചെയ്യേണ്ടത്. മെഡിക്കൽ ഇൻഷുറൻസിൽ ഓരോ വർഷവും നമ്മുടെ ഏജ് കൂടുന്തോറും പ്രീമിയമിൽ ചേഞ്ചസ് വരാം. സോ പ്രൈസ് കമ്പാരിസൺ ചെയ്യുമ്പോൾ മറ്റു കമ്പനികളെ അപേക്ഷിച്ച് ഈ ഒരു കമ്പനിയുടെ പ്രൈസ് എത്രയാണ്, അതുപോലെ ഓരോ വർഷം തോറും ഉണ്ടാകുന്ന പ്രൈസ് ചേഞ്ച് എങ്ങനെയാണ് എന്ന്
ഈ രണ്ട് കാര്യങ്ങളാണ് നോക്കേണ്ടത്. അതല്ലാതെ ചീപ്പ് പോളിസി എന്ന് നോക്കി സെലക്ട് ചെയ്താൽ ചിലപ്പോൾ ഫ്യൂച്ചർ ഇയേഴ്സിൽ പ്രൈസ് നല്ലപോലെ കൂടിയാൽ അത് എക്സ്പെൻസീവ് ആകാൻ തുടങ്ങും. സെക്കൻഡ് പാർട്ടാണ് ബെനിഫിറ്റ്സ്. നമ്മൾ ചൂസ് ചെയ്യുന്ന പോളിസി ഇനി പറയാൻ പോകുന്ന 8 ബെനിഫിറ്റ്സ് എങ്കിലും മസ്റ്റ് ആയിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യണം. നമ്പർ 1, നമ്മൾ ചൂസ് ചെയ്യുന്ന പോളിസിയിൽ കോപേ ക്ലോസ് ഉണ്ടാവരുത്. അതുണ്ടെങ്കിൽ എപ്പോൾ ട്രീറ്റ്മെന്റ് എടുത്താലും അതിന്റെ ഒരു എമൗണ്ട് നമ്മൾ കയ്യിൽ നിന്ന് എടുക്കേണ്ടി വരും. നമ്പർ 2, പ്രീ എക്സിസ്റ്റിംഗ് ക്ലോസിനെ കുറിച്ച് മനസ്സിലാക്കുക. പ്രീ എക്സിസ്റ്റിംഗ് ഡിസീസസ് സപ്പോർട്ട് ചെയ്യാത്ത പോളിസി ആണെങ്കിൽ ഓൾറെഡി ഉള്ള അസുഖത്തിന് ട്രീറ്റ്മെന്റ് എടുത്താൽ അത് ക്ലെയിം ചെയ്യാൻ പറ്റില്ല. നമ്പർ 3, ഡിസീസ് വെയിറ്റിംഗ് പീരീഡ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. അങ്ങനെ ഉണ്ടെങ്കിൽ ആ ഒരു വെയിറ്റിംഗ് പീരീഡിൽ അവർ പേ ചെയ്യില്ല. നമ്പർ 4, പോളിസിക്ക് സബ് ലിമിറ്റ്സ് എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കുക. ഈ കണ്ടീഷൻ ഉണ്ടെങ്കിൽ ചില കാര്യങ്ങൾക്ക് ചില ലിമിറ്റേഷനിലേ പേ ചെയ്യുള്ളൂ. നമ്പർ 5, എക്സ്ക്ലൂഷൻസ് എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കുക. നമ്പർ 6, ഹോസ്പിറ്റലൈസേഷന് മുൻപുള്ള ട്രീറ്റ്മെന്റ് ചിലവുകൾ എത്രയാണ് പോളിസി കവർ ചെയ്യുക എന്ന് ചോദിക്കുക. നമ്പർ 7, ഹോസ്പിറ്റലിൽ ഒന്നിൽ കൂടുതൽ ഡേ അഡ്മിറ്റ് ആകാതെ ചെയ്യുന്ന മെഡിക്കൽ പ്രൊസീജിയേഴ്സിന്റെ കവറേജ് എങ്ങനെയാണ് എന്ന് അന്വേഷിക്കുക. നമ്പർ 8, നോ ക്ലെയിംസ് ബോണസ് എന്നൊരു ഫീച്ചർ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. അങ്ങനെ ഉണ്ടെങ്കിൽ ക്ലെയിംസ് വരാത്ത വർഷം ഉണ്ടെങ്കിൽ ഒരു ബോണസ് ആയിട്ട് ചിലപ്പോൾ കവറേജ് കൂട്ടിത്തരും. ഈ 8 കാര്യങ്ങളെങ്കിലും നമ്മൾ ചൂസ് ചെയ്യുന്ന പോളിസിയിൽ ഉണ്ടോ എന്ന് മനസ്സിലാക്കുക. ഇനി തേർഡ് പാർട്ടാണ് ക്ലെയിംസ്. കമ്പനിയുടെ ഹിസ്റ്ററി ചെക്ക് ചെയ്ത് മനസ്സിലാക്കുക. ക്ലെയിം റിജക്ഷൻ റേറ്റ് എത്രയാണ് എന്ന് നോക്കുക. ഇതിനോടൊപ്പം ക്രിട്ടിക്കൽ ഇൽനസ് ആൻഡ് പേഴ്സണൽ ആക്സിഡന്റ് എന്നുള്ള കവർ കൂടി ആഡ് ചെയ്യാവുന്നതാണ്. അങ്ങനെ മെഡിക്കൽ ഇൻഷുറൻസ് സെറ്റ് ആക്കിയില്ലേ. ഇനി നെക്സ്റ്റ് നമുക്ക് ലൈഫ് ഇൻഷുറൻസിനെ കുറിച്ച് നോക്കാം. നമ്പർ 5, വാട്ട് ഇഫ് യു ഡൈ. നമ്മൾ ലൈഫ് ഇൻഷുറൻസ് വാങ്ങുന്നത് റോങ് ആയിട്ടുള്ള പല കാരണങ്ങൾ കൊണ്ടാണ്. പേടി, സഹതാപം, ഫ്രസ്ട്രേഷൻ, ടാക്സസ് സേവ് ചെയ്യാന്, ഒരു ഇൻവെസ്റ്റ്മെന്റ് ഓർ പോളിസി എടുക്കാനായിട്ട് വന്ന് നിർബന്ധിപ്പിക്കുന്ന റിലേറ്റീവ് ഓർ നെയ്ബറിന്റെ അടുത്ത് നോ പറയാൻ പറ്റാത്തത് കൊണ്ട്. ബട്ട് ഒരു ലൈഫ് ഇൻഷുറൻസ് എടുക്കേണ്ടതിന്റെ ശരിക്കുള്ള ഒരേ ഒരു കാരണം ഇതാണ്. നമ്മൾ മരിച്ചാല് നമ്മളെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്ന ഫാമിലിയുടെ ഫൈനാൻഷ്യൽ ഹെൽത്ത് പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയാണ്. അപ്രതീക്ഷിതമായിട്ടുള്ള നമ്മുടെ മരണം ഒരുപാട് കാര്യങ്ങൾ അതിന്റെ പാതി വഴിക്ക് എത്തി നിൽക്കുമ്പോൾ ആയിരിക്കും. നമ്മുടെ ഫിസിക്കലി ഉള്ള അഭാവം നമ്മുടെ ഫാമിലിക്ക് മറികടക്കാൻ നല്ല കഷ്ടമാണെങ്കിലും ഫൈനാൻഷ്യൽ പാർട്ട് അത്യാവശ്യം പണിയില്ലാതെ ക്ലിയർ ആക്കാം പ്രോപ്പറായിട്ട് പ്ലാൻ ചെയ്യുവാണെങ്കിലും. ഇതിന് നമ്മുടെ മന്ത്ലി ഇൻകം ഇല്ലാതെ നമ്മുടെ ഫാമിലിക്ക് ജീവിക്കാൻ എത്ര കാശാണ് വേണ്ടത്, അതുപോലെ കുട്ടികളുടെ പഠിത്തം, മാരേജ് എന്നൊക്കെയുള്ള എക്സ്പെൻസസ് എത്രയാകും, അത് മാത്രമല്ല ലോണ്, EMI, മറ്റു കടങ്ങൾ എന്തൊക്കെയാണ്, ഇതൊക്കെ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ലംസം എമൗണ്ടിന്റെ കവറാണ് നമുക്ക് വേണ്ടത്. നമ്മൾ ഇപ്പോൾ എടുത്തിട്ടുള്ള പോളിസികളുടെ എല്ലാ കവറും ചെയ്യുന്ന എമൗണ്ട് ഒന്ന് ആഡ് ചെയ്താൽ എത്ര വരുന്നുണ്ട് എന്ന് നോക്കുക. വളരെ തുച്ഛമായിട്ടുള്ള എമൗണ്ട് അല്ലേ. ആക്ച്വലി ഇന്ത്യയിൽ ഇങ്ങനെയുള്ള ഒരുപാട് ഉപയോഗപ്രദമല്ലാത്ത ലൈഫ് ഇൻഷുറൻസ് പോളിസീസ് ഉണ്ട്. ടേം പ്ലാൻ ഉള്ള ലൈഫ് ഇൻഷുറൻസ് പോളിസികളാണ് നല്ലത്. ബട്ട് അതിനെക്കുറിച്ച് ഏജന്റുമാരോ ബാങ്കോ നമ്മളോട് പറയില്ല. എന്തെന്നാൽ അത് വളരെ ചീപ്പാണ്, നമ്മുടെ കാശ് അധികം കാർന്നെടുക്കില്ല. ടേം പോളിസിയിൽ നമ്മൾ അടയ്ക്കുന്ന പ്രീമിയം ആണ് ഒരു ലൈഫ് കവർ വാങ്ങാൻ വേണ്ടി നമ്മൾ ചിലവാക്കുന്ന പ്രൈസ്. ഫോർ എക്സാമ്പിൾ 1 crore കവറിന് 10,000 പ്രീമിയം ആയിട്ട് അടച്ചാൽ അതാണ് അതിന്റെ പ്രൈസ്. ഇങ്ങനെയുള്ള ടേം പോളിസിയിൽ നമ്മൾ പോളിസി ടേം കഴിഞ്ഞും ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ നമുക്കൊന്നും തിരിച്ചു കിട്ടില്ല. അപ്പൊ നമ്മൾ വിചാരിക്കും 10,000 വെച്ച് 20-30 വർഷങ്ങൾ അടച്ചതൊക്കെ വേസ്റ്റ് ആയില്ലേ എന്ന്. അവിടെയാണ് നമ്മുടെ മൈൻഡ് സെറ്റ് നമ്മൾ മാറ്റേണ്ടത്. വേസ്റ്റ് ആയിട്ടില്ല. ലൈഫ് കവർ വാങ്ങാനായി ഞാൻ അടച്ച പ്രൈസ് ആണ് എന്നതാണ് മനസ്സിലാക്കേണ്ടത്. ബട്ട് മറ്റു പോളിസികൾ എടുത്തു നോക്കിയാൽ പോളിസിയുടെ ടേം കഴിയുമ്പോൾ നമുക്ക് കുറച്ച് കാശ് തിരിച്ചു കിട്ടും. ആ തിരിച്ചു കിട്ടുന്ന എമൗണ്ട് നമ്മൾ അടച്ച എമൗണ്ടിന്റെ വളരെ ചെറിയൊരു പെർസെന്റേജ് ഇൻട്രസ്റ്റ് ചേർത്തിട്ടായിരിക്കും. എന്നാൽ കവർ ചെയ്യുന്നതോ നമ്മൾ നേരത്തെ കാൽക്കുലേറ്റ് ചെയ്ത ആ ലംസം എമൗണ്ടിന്റെ 7 അയലത്ത് കൂടി എത്തില്ല. സോ ഇൻഷുറൻസിനെ ഇൻഷുറൻസ് ആയിട്ട് മാത്രം കാണാൻ നമ്മൾ റെഡി ആകണം. അതല്ലാതെ ഇത്ര ഇയേഴ്സ് കഴിഞ്ഞ് എനിക്ക് എത്ര എമൗണ്ട് തിരിച്ചു കിട്ടും എന്നൊരു ഇൻവെസ്റ്റ്മെന്റ് പ്രോഡക്റ്റ് ആയിട്ട് കരുതരുത്. ഇനി എത്ര കവറാണ് നമുക്ക് വേണ്ടത് എന്ന് നോക്കാം. ഒരു റൂൾ ഓഫ് തമ്പ് എന്താണെന്നാൽ നമ്മുടെ ആനുവൽ ടേക്ക് ഹോം ഇൻകമിന്റെ 8 to 10 ടൈംസ് ആണ് വേണ്ടത്. ഫോർ എക്സാമ്പിൾ 10 lakhs ആനുവൽ ടേക്ക് ഹോം ഇൻകം ആണെങ്കിൽ 1.2 crore കവർ ആണ് വേണ്ടത്. അപ്പോഴാണ് ഇൻ കേസ് നമ്മൾ മരിച്ചാൽ നമ്മുടെ ഡിപ്പെൻഡന്റിന് ആ 1.2 crore FD ഓർ മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്ത് അതിൽ നിന്നും കിട്ടുന്ന റിട്ടേൺസ് നമ്മുടെ മന്ത്ലി ഇൻകമുമായിട്ട് മാച്ച് ആവുള്ളൂ. അപ്പോഴും കുറച്ച് കുറവ് തന്നെ ആയിരിക്കും. ഇനി ഇതിന് പുറമെ എന്തെങ്കിലും ലോൺ ഉണ്ടെങ്കിൽ, ഫോർ എക്സാമ്പിൾ ഒരു 80 lakhs ഹോം ലോൺ എടുത്തിട്ടുണ്ടെങ്കിൽ അതിനും കവർ ആഡ് ചെയ്യുക. ഇനി ലൈഫ് ഇൻഷുറൻസ് ഏത് സമയത്താണ് വാങ്ങേണ്ടത് എന്ന് നോക്കാം. നമ്മുടെ ഇൻകം ഡിപ്പെൻഡ് ചെയ്ത് മറ്റു ഡിപ്പെൻഡൻസ് എപ്പോഴാണോ വരുന്നത് അപ്പോൾ തന്നെ വാങ്ങുക. ഫോർ എക്സാമ്പിൾ നിങ്ങളുടെ കല്യാണം കഴിഞ്ഞു, 2
പേർക്കും ജോബ് ഉണ്ട്, കുട്ടികളായിട്ടില്ലെങ്കിൽ കുറച്ച് കഴിഞ്ഞ് വാങ്ങിയാൽ മതിയാവും. ബട്ട് ഇൻ കേസ് കല്യാണം കഴിഞ്ഞിട്ടില്ല, വീട്ടിലെ പാരന്റ്സ് ആൻഡ് മറ്റു സിബ്ലിങ്സ് നിങ്ങളുടെ ഇൻകമിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അപ്പോഴും പോളിസി ആവശ്യമുണ്ട്. ഇനി ഇങ്ങനെ ഒരു ലൈഫ് കവർ നമ്മൾ എല്ലാവരും എന്തായാലും എടുക്കണോ എന്ന് ചോദിച്ചാലും രണ്ട് കൂട്ടം ആളുകൾക്ക് അതിന്റെ ആവശ്യമില്ല. ഒന്നാമത് നമ്മുടെ ഇൻകം ഡിപ്പെൻഡ് ചെയ്ത് ആരും ഇല്ല എന്നുണ്ടെങ്കിൽ ലൈഫ് ഇൻഷുറൻസിന്റെ ആവശ്യമില്ല. അതുപോലെ ഇൻ കേസ് നമ്മൾ ഫൈനാൻഷ്യലി ഫ്രീ ആണെങ്കിലും ലൈഫ് ഇൻഷുറൻസ് വേണ്ട. ഫൈനാൻഷ്യലി ഫ്രീ എന്നാൽ ജോലിക്ക് പോവാതെ തന്നെ നമ്മുടെ ലിവിംഗ് എക്സ്പെൻസസ് കവർ ചെയ്യുന്ന അളവിൽ റിട്ടേൺസ് ഇൻവെസ്റ്റ്മെന്റ്സിലൂടെ കിട്ടുന്ന സിറ്റുവേഷൻ. ഈ രണ്ട് സിറ്റുവേഷൻസിൽ മാത്രമാണ് ലൈഫ് ഇൻഷുറൻസ് വേണ്ടാത്തത്. 3 അക്കൗണ്ട്സ് ഉണ്ടാക്കി, ക്യാഷ് ഫ്ലോ സെറ്റ് ചെയ്തു, എമർജൻസി ഫണ്ട് റെഡിയാക്കി, മെഡിക്കൽ ആൻഡ് ലൈഫ് ഇൻഷുറൻസ് കവർ എടുത്തു. ഇതെല്ലാം കഴിഞ്ഞിട്ടാണ് നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കുന്ന കാര്യം നമ്മൾ ചെയ്യാൻ പോകുന്നത്, ഇൻവെസ്റ്റ്മെന്റ്സ്. ഇത്രയൊക്കെ കറക്റ്റായി ചെയ്താൽ പിന്നെ ഓരോന്ന് ഓർത്ത് വറി ചെയ്യാതെ തന്നെ ഇൻവെസ്റ്റ്മെന്റ്സ് ചെയ്തു തുടങ്ങാം. നമ്പർ 6, ഫൈനലി വി ആർ ഇൻവെസ്റ്റിംഗ്. ഞാൻ സമ്പാദിക്കുന്ന കാശ് ഒരു മാസത്തിലെ ചെലവുകൾക്ക് തന്നെ കറക്റ്റ് ആണ്. പിന്നെ ഇപ്പൊ എവിടെ നിന്ന് ഇൻവെസ്റ്റ് ചെയ്യാനാണ് എന്ന് നമ്മളിൽ പലരും പറയാറുണ്ടല്ലേ. ആക്ച്വലി നമുക്ക് വേണമെങ്കിൽ പണം നമുക്ക് കണ്ടെത്താനായിട്ട് പറ്റും. ഇനി കണ്ടെത്താൻ പറ്റിയില്ലെങ്കിൽ 2 കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്. ഒന്നുകിൽ ഏൺ ചെയ്യുന്നത് കൂട്ടുക, ഇല്ലെങ്കിൽ സ്പെൻഡ് ചെയ്യുന്നത് കുറയ്ക്കുക. ഇതിൽ ഏതെങ്കിലുമോ ഓർ രണ്ടും ചെയ്യാൻ പറ്റിയാൽ എന്തായാലും ഇൻവെസ്റ്റ്മെന്റ്സിനുള്ള മണി കണ്ടെത്താനായിട്ട് പറ്റും. ലോങ് ടേം ഇൻവെസ്റ്റ്മെന്റ്സ് ചെയ്യാൻ ആളുകൾ മടിക്കുന്നതിന് 4 കാരണങ്ങളാണ് ഉള്ളത്. നമ്പർ 1, ഇൻവെസ്റ്റ്മെന്റ്സിന് കാശില്ല എന്ന് പറയുന്നത്. നമ്പർ 2, ഒരു ഫ്യൂച്ചർ എമർജൻസിക്ക് വേണ്ടി വേഗത്തിൽ എടുക്കാൻ കാശ് കയ്യിൽ വേണമെന്ന് വിചാരിക്കുന്നത്. നമ്പർ 3, എന്തെങ്കിലും മിസ്റ്റേക്ക് ചെയ്യുമോ എന്നുള്ള പേടി. നമ്പർ 4, ഇതിനെക്കുറിച്ചുള്ള നോളേജ് ഇല്ലാത്തത്. ഇനി നമുക്ക് ഈ ഓരോ റീസൺസും ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. ഇൻവെസ്റ്റ്മെന്റ്സ് ചെയ്തു തുടങ്ങാൻ ബൾക്കായിട്ട് ഒരു എമൗണ്ട് ഒന്നും വേണ്ട. മന്ത്ലി ഒരു 1000 റുപ്പീസ് മാറ്റി വെച്ചാൽ തന്നെ അത് മതി. കഴിഞ്ഞ വർഷത്തേക്കാൾ 12,000 റുപ്പീസ് നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും. ഇവിടെ നമ്മൾ ട്രേഡിങ്ങും ഇൻവെസ്റ്റ്മെന്റ്സും തമ്മിൽ കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കാത്തത് കൊണ്ടാണ്. നമ്മൾ ട്രേഡിംഗ് അല്ല ചെയ്യാൻ പോകുന്നത്, ഇൻവെസ്റ്റ്മെന്റ്സ് ആണ്. സോ ചെറിയ എമൗണ്ട് വെച്ച് വേണേലും സ്റ്റാർട്ട് ചെയ്യാം. ഇനി രണ്ടാമത്തെ കാരണം, കാശ് പെട്ടെന്ന് എടുക്കാൻ പറ്റിയില്ലെങ്കിലോ എന്നുള്ള തോട്ട്. ഇതിനു വേണ്ടിയാണ് നമ്മൾ എമർജൻസി ഫണ്ട്, മെഡിക്കൽ ആൻഡ് ലൈഫ് ഇൻഷുറൻസ് കവർ ഒക്കെ എടുത്തതിന് ശേഷം ഇൻവെസ്റ്റ്മെന്റ്സ് തുടങ്ങുന്നത്. അത് സീറ്റ് ബെൽറ്റ് ഇട്ടിട്ട് കാറിൽ ട്രാവൽ ചെയ്യുന്നത് പോലെയാണ്. ഇൻ കേസ് ആക്സിഡന്റ് നടന്നാലും സീറ്റ് ബെൽറ്റ് ഇഞ്ചുറി കുറയ്ക്കും. സെയിം ഹിയർ. എമർജൻസീസിനൊക്കെ നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട്. സോ ഇനി അതിനായിട്ട് വെറുതെ കാശ് ലിക്വിഡ് ആയിട്ട് കരുതേണ്ട കാര്യമില്ല. ഇനി മൂന്നാമത്തെ റീസൺ ആണ് മിസ്റ്റേക്ക് ആയാലോ എന്നുള്ള പേടി. സ്റ്റോക്സിൽ ഇൻവെസ്റ്റ് ചെയ്തു, എല്ലാം ഇപ്പോൾ ഡൗൺ ആണ്, ഇട്ട കാശൊക്കെ പോയി എന്ന് മറ്റുള്ളവർ പറയുന്നത് കേട്ടിട്ട് അയ്യോ എനിക്കൊന്നും ആ കുഴിയിൽ ചെന്ന് ചാടാൻ വയ്യ എന്ന് വിചാരിക്കുന്നവരുണ്ടാകും. ബട്ട് ഈ പറയുന്നവര് പോർട്ട്ഫോളിയോ ഒന്നും അനലൈസ് ചെയ്ത് നോക്കില്ല. ലോങ് ടേമിൽ ഈ ഹിറ്റും മിസ്സും ക്യാൻസൽ ആവും എന്ന് അവർക്ക് അറിയില്ല. അതുകൊണ്ടാണ് സേഫ് ആയിട്ട് ഇരിക്കട്ടെ എന്ന് വെച്ച് ലോ റിട്ടേൺസ് തരുന്ന FDs, റിയൽ എസ്റ്റേറ്റ്, ഗോൾഡ് എന്നതിൽ മാത്രം ഇൻവെസ്റ്റ് ചെയ്യുന്നത്. ഇനി നാലാമത്തെ റീസൺ ആണ് നോളേജ് ഇല്ലാത്തത്. എന്തിനാണ് ഇപ്പൊ ഇതൊക്കെ അറിഞ്ഞിട്ട് ഓർ മണിയെ കുറിച്ച് കുറെ ഉണ്ട് മനസ്സിലാക്കാൻ, എനിക്കത് വലിയ പാടാണ് എന്ന് വിചാരിക്കുന്നത് കൊണ്ടാണ് ഫൈനാൻഷ്യൽ നോളേജ് ഗെയിൻ ചെയ്യാൻ നമ്മൾ മുതിരാത്തത്. ഇനി ഇതൊക്കെ മനസ്സിലായി, അപ്പൊ ഞാൻ എത്ര ഇൻവെസ്റ്റ് ചെയ്യണം എന്ന് ചോദിച്ചാല് അതിനുള്ള ആൻസർ ഒരുപാട് കാര്യങ്ങളെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഉണ്ടാവുക. എന്തുകൊണ്ടാണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത്, എത്ര കാലമാണ് ഇൻവെസ്റ്റ് ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നത്, ഹൈ റിട്ടേൺസ് കിട്ടാൻ കുറച്ച് റിസ്ക് എടുക്കാൻ റെഡി ആണോ, എത്ര ഡിപ്പെൻഡൻസ് ഉണ്ട് നമ്മുടെ വീട്ടില്, എത്ര സെക്യൂർ ആണ് നമ്മുടെ ജോബ്, മറ്റെന്തൊക്കെ ഫൈനാൻഷ്യൽ പ്രോഡക്ട്സ് ആണ് നമുക്കുള്ളത്, അങ്ങനെ കുറച്ച് കാര്യങ്ങളെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും എത്ര ഇൻവെസ്റ്റ് ചെയ്യണം എന്ന് ഡിസൈഡ് ചെയ്യാൻ പറ്റുള്ളൂ. ഇവിടെ മനസ്സിൽ വെക്കാനുള്ള ഒരു കാര്യമാണ്, ഏതൊക്കെ ഫൈനാൻഷ്യൽ പ്രോഡക്റ്റ് ചൂസ് ചെയ്താലും അത് നമ്മുടെ എന്തെങ്കിലും പ്രോബ്ലം സോൾവ് ചെയ്യുന്നതായിരിക്കണം. ഓൾസോ ഇൻവെസ്റ്റ്മെന്റ്സ് ഒക്കെ നമ്മൾ ഫ്യൂച്ചറിന് വേണ്ടിയിട്ടാണ് ചെയ്യുന്നതല്ലേ. ഈ ഫ്യൂച്ചർ എന്ന് പറയുന്നത് ചിലപ്പോൾ കുറച്ച് വീക്സ് കഴിഞ്ഞതാകാം, കുറച്ച് മാസങ്ങൾ കഴിഞ്ഞിട്ടാകാം, കുറച്ച് വർഷങ്ങൾ കഴിഞ്ഞിട്ടാകാം. എല്ലാം ആ ഒരു കാലയളവും കൂടി കൺസിഡർ ചെയ്ത് വേണം ഇൻവെസ്റ്റ്മെന്റ് ഡെസിഷൻസ് എടുക്കാൻ. ഇനി നമുക്ക് നമ്മൾ ക്രിയേറ്റ് ചെയ്ത ആ മണി ബോക്സ് ഒന്ന് തുറന്നു നോക്കാം. അതിന്റെ ആദ്യത്തെ സെല്ലില് ക്യാഷ് ഫ്ലോ ആണ്, രണ്ടാമത്തെ സെല്ലില് എമർജൻസി, മൂന്നാമത്തതും നാലാമത്തതും മെഡിക്കൽ ആൻഡ് ലൈഫ് ഇൻഷുറൻസുമാണ്. ഇനി നമുക്ക് ഇൻവെസ്റ്റ്മെന്റ്സിന് വേണ്ടിയിട്ട് 3 പുതിയ സെൽസ് കൂടി ഉണ്ടാക്കണം. ഓൾമോസ്റ്റ് ദെയർ, ഇൻ സം ടൈം ആൻഡ് ഫാർ അവേ ആണ് ആ 3 സെൽസ്. ഇതിൽ ഓൾമോസ്റ്റ് ദെയർ എന്നത് 2 to 3 ഇയേഴ്സിനുള്ളിൽ വരുന്ന ചെലവുകളായിരിക്കും. ഡിപ്പെൻഡിങ് ഓൺ യുവർ ഏജ്, അത് ചിലപ്പോൾ മാരേജ് ആയിരിക്കാം, കാർ വാങ്ങുന്നതാകാം, ഡ്രീം വെക്കേഷന് പോകുന്നതാവാം, ഓൾഡ് പാരന്റ്സിന്റെ എന്തെങ്കിലും ട്രീറ്റ്മെന്റിന് സപ്പോർട്ട് ചെയ്യുന്നതാകാം. ഇൻ സം ടൈമിൽ വരുന്നത് 3 to 7 ഇയേഴ്സിനുള്ളിൽ വരുന്ന ചെലവുകളായിരിക്കും. അത് മേ ബി ഒരു വീട് വാങ്ങുന്നതാവാം, ഓർ കിഡ്സിന്റെ ഹയർ എഡ്യൂക്കേഷന് സപ്പോർട്ട് ചെയ്യുന്നതാവാം. ഫാർ അവേ എന്നത് ഈ 7 വർഷങ്ങൾ കഴിഞ്ഞ് അങ്ങോട്ടുള്ള ഫ്യൂച്ചറിലെ ചെലവുകളായിരിക്കും. കിഡ്സ് സ്റ്റഡീസ്, മാരേജ്, റിട്ടയർമെന്റ്, അങ്ങനെയുള്ളതൊക്കെ. ഈ ഓരോ പേർപ്പസിന് അനുസരിച്ച് വേണം സ്യൂട്ടബിൾ ആയിട്ടുള്ള ഫൈനാൻഷ്യൽ പ്രോഡക്റ്റ് നമ്മൾ ചൂസ് ചെയ്യാൻ. ഇത് ചൂസ് ചെയ്യാൻ മെയിൻ ആയിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്
ചില പ്രോഡക്ട്സ് ലോങ് ടേമിലെ ബെനിഫിറ്റ് ചെയ്യുള്ളൂ. അങ്ങനെയുള്ള പ്രോഡക്ട്സ് ഷോർട്ട് ടേം ആവശ്യങ്ങൾക്കായിട്ട് ചൂസ് ചെയ്യരുത്. അതുപോലെ ഷോർട്ട് ടേമിൽ ബെനിഫിറ്റ് കിട്ടുന്ന പ്രോഡക്ട്സ് ലോങ് ടേം വരെ വെച്ചാൽ നല്ല റിട്ടേൺസ് കിട്ടാൻ കുറെ ഡ്രാഗ് ചെയ്യേണ്ടി വരും. ഇനി നെക്സ്റ്റ് നമുക്ക് ഈ ഓരോ ഇൻവെസ്റ്റ്മെന്റ് പ്രോഡക്ട്സിനെ കുറിച്ചും ഡീറ്റെയിൽഡ് ആയിട്ടും ഈസി ആയിട്ടും മനസ്സിലാക്കാം. നമ്പർ 7, ലെറ്റ്സ് ഡീജാർഗൻ ഇൻവെസ്റ്റിംഗ്. ഗോൾഡ്, റിയൽ എസ്റ്റേറ്റ് ആൻഡ് FD, ഈ 3 പ്രോഡക്ട്സ് ആണ് നമ്മൾ പൊതുവെ എല്ലാവരും നല്ലതാണ് എന്ന് പറഞ്ഞ് കേട്ടിട്ടുള്ളതും ഒരുപാട് പേരും ഇൻവെസ്റ്റ് ചെയ്യാറുള്ളതും. എന്നാൽ ഈ പറഞ്ഞ 3 പ്രോഡക്ട്സും ശരിക്കും അത്ര നല്ലതാണോ എന്ന് നമുക്കൊന്ന് അനലൈസ് ചെയ്ത് നോക്കാം. നമ്മൾ ഫുഡ് കഴിക്കുമ്പോൾ പലതും ഇൻക്ലൂഡ് ചെയ്ത് ഒരു ബാലൻസ്ഡ് ഡയറ്റ് ആക്കണം എന്ന് പറയില്ലേ? അല്ലാതെ എപ്പോഴും ഒരേ സാധനം മാത്രം കഴിച്ചുകൊണ്ടിരുന്നാൽ പ്രോപ്പർ ആയിട്ടുള്ള ന്യൂട്രിയൻസ് കിട്ടില്ല. അതിൽ ചിലതൊക്കെ ഒരളവിലേ കഴിക്കാവുള്ളൂ, ചിലത് നിറയെ കഴിക്കണം. പിന്നെ ആൾക്കാരുടെ ഹെൽത്ത് കണ്ടീഷൻ വെച്ച് ചിലതൊക്കെ ഒഴിവാക്കണം. ഫുഡിന്റെ കാര്യത്തിലുള്ള ഈ റൂൾസ് ഒക്കെ ഇൻവെസ്റ്റ്മെന്റ്സിലും അപ്ലിക്കബിൾ ആണ്. പല ടൈപ്പ് ഓഫ് ഫൈനാൻഷ്യൽ പ്രോഡക്റ്റും ഓരോ സ്പെസിഫിക് പർപ്പസ് സെർവ് ചെയ്യാനാണ് സഹായിക്കുക. സോ അത് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കിയാലും എത്രയൊക്കെ വെച്ച് ഏതിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്താൽ നല്ലതായിരിക്കും എന്ന് ക്ലിയർ ആയിട്ടുള്ള ഐഡിയ കിട്ടും. ഡെപ്റ്റ്, ഇക്വിറ്റി ആൻഡ് റിയൽ അസറ്റ്സ് എന്ന 3 അസറ്റ് ക്ലാസ്സസ് ആണ് ഉള്ളത്. നമ്മൾ കാശ് അങ്ങോട്ട് കടം കൊടുക്കുന്ന രീതിയിലെ അസറ്റ്സ് എല്ലാമാണ് ഡെപ്റ്റിൽ വരിക. എക്സാമ്പിൾ, ബാങ്കിലിടുന്ന FD, RD, ഡെപ്റ്റ് മ്യൂച്വൽ ഫണ്ട്സ്, ബോൺസ്. ഇക്വിറ്റി എന്നത് ഒരു ബിസിനസിന്റെ ഓണർഷിപ്പ് വാങ്ങുന്നതാണ്. എക്സാമ്പിൾ, സ്റ്റോക്സ് ആൻഡ് മ്യൂച്വൽ ഫണ്ട്സ്. റിയൽ അസറ്റ്സ് എന്ന് പറയുന്നത് നമുക്ക് ഫിസിക്കലി കാണാൻ പറ്റുന്നവയാണ്. ഫോർ എക്സാമ്പിൾ, ഗോൾഡ്, റിയൽ എസ്റ്റേറ്റ്. നമ്മുടെ മണി ബോക്സിൽ ഈ 3 അസറ്റ് ക്ലാസ്സസും പല അളവിൽ ഉണ്ടാകണം. ഫസ്റ്റ് ഡെപ്റ്റിനെ കുറിച്ച് നമുക്ക് നോക്കാം. ഡെപ്റ്റ് എന്ന വാക്കിന്റെ മീനിങ് കടമാണ്. ഇത് നമ്മൾ എടുക്കുന്ന ലോണോ മറ്റുള്ളവരുടെ അടുത്ത് നിന്ന് വാങ്ങുന്ന കടമോ അല്ല. നമ്മൾ നമ്മുടെ കാശ് അങ്ങോട്ട് കടമായി കൊടുക്കുന്നതാണ് ഡെപ്റ്റ് അസറ്റ്. അതായത് ബാങ്കിൽ ഒരു FD ഓർ RD ഇടുന്നുണ്ടെങ്കിൽ അത് നമ്മൾ ബാങ്കിന് കാശ് അങ്ങോട്ട് കടം കൊടുക്കലാണ്. ആ കാശ് കുറച്ച് കാലയളവിൽ നമ്മൾ യൂസ് ചെയ്യാത്തതിന് നമുക്ക് കിട്ടുന്ന ബെനിഫിറ്റ് ആണ് ഇൻട്രസ്റ്റ് എമൗണ്ട്. ഇതുപോലെ അവൈലബിൾ ആയിട്ടുള്ള മറ്റ് ഡെപ്റ്റ് പ്രോഡക്ട്സ് ആണ് ബോൺസ് ആൻഡ് ഡെപ്റ്റ് മ്യൂച്വൽ ഫണ്ട്സ്. ഇതിലൊക്കെ ഇൻട്രസ്റ്റ് റേറ്റ് FDയേക്കാളും കൂടുതലാണ്. ഇൻട്രസ്റ്റ് റേറ്റ് കൂടുമ്പോൾ റിസ്ക്കും കൂടുതലാണ് എന്ന് മനസ്സിൽ കരുതണം. ഏത് ബോണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യണം എന്നൊക്കെ പല കാര്യങ്ങൾ റിസർച്ച് ചെയ്ത് വേണം ഡിസൈഡ് ചെയ്യാൻ. ഈ പറഞ്ഞ ഡെപ്റ്റ് പ്രോഡക്ട്സിന് 2 പ്ലസ് പോയിന്റ്സ് ആണ് ഉള്ളത്. ഒരു ചുരുങ്ങിയ കാലയളവ് കഴിഞ്ഞാൽ പ്രിൻസിപ്പലും ഇൻട്രസ്റ്റും ചേർത്ത് വേഗം കാശ് കയ്യിൽ കിട്ടും. ഇനി ഇടയ്ക്ക് വെച്ച് വിത്ഡ്രോ ചെയ്യണമെങ്കിലും പ്രിൻസിപ്പൽ എമൗണ്ട് പോവാതെ എന്നാൽ ചെറിയൊരു പെനാൽറ്റി ഇൻട്രസ്റ്റിൽ പിടിച്ചിട്ട് കയ്യിൽ വേഗം തന്നെ കിട്ടും. ദാറ്റ് മീൻസ് മണി വേഗം തന്നെ ലിക്വിഡേറ്റ് ചെയ്യാനും പറ്റും, ഓൾസോ ഇൻട്രസ്റ്റും കിട്ടും, സേഫുമാണ്. ഇത് ഇത്രയും കേൾക്കുമ്പോൾ നമുക്ക് തോന്നും എന്നാ പിന്നെ എന്റെ കാശ് ഫുള്ള് ഞാൻ ഡെപ്റ്റ് പ്രോഡക്ട്സിൽ ഇട്ടാൽ പോരെ എന്ന്. നോ, അങ്ങനെ ചെയ്യാൻ പാടില്ല. സ്റ്റെബിലിറ്റിക്കും ആക്സസിബിലിറ്റിക്കും മാത്രമാണ് ഡെപ്റ്റ് നല്ലത്, ഗ്രോത്തിനല്ല. സോ ലോങ് ടേമില് ഇക്വിറ്റിയുടെ ഗ്രോത്തും നമ്മുടെ ക്യാഷിന് കിട്ടണം. അപ്പോഴേ ആ വെൽത്ത് ബിൽഡിംഗ് എന്ന പരിപാടി നടക്കുള്ളൂ. ഇനി നമുക്ക് ഗോൾഡിനെ കുറിച്ച് നോക്കാം. ഈ ഗോൾഡും റിയൽ എസ്റ്റേറ്റിനെ കുറിച്ചുമാണ് നമുക്ക് നല്ല പോലെ അറിയാവുന്നത് എന്ന് ഒരുപാട് പേരും വിചാരിക്കുന്നത്. ബട്ട് സത്യം പറഞ്ഞാൽ നമുക്ക് അത്രയ്ക്കൊന്നും അറിയില്ല. നമ്മൾ ഇന്ത്യൻസിന് ഗോൾഡിനോട് ഭയങ്കര പ്രിയമാണ്. കല്യാണത്തിനാണെങ്കിലും അല്ല മറ്റ് എന്ത് പരിപാടികൾക്കാണെങ്കിലും ഗോൾഡ് ജ്വല്ലറി ഇട്ടുപോയാലേ ഒരു സ്റ്റാറ്റസ് ഉണ്ടാവുള്ളൂ. അതുപോലെ കുട്ടികളുടെ ഭാവിക്ക് എന്ന് പറഞ്ഞ് നമ്മൾ കാശ് സേവ് ചെയ്ത് കുറെ ഗോൾഡ് കോയിനായും ബാറായിട്ടും ഒക്കെ വാങ്ങിക്കൂട്ടും. ആക്ച്വലി ഈ ഗോൾഡ് നമ്മുടെ മണി ബോക്സിൽ ശരിക്കും വേണം. ഇൻഫ്ലേഷനെ ബീറ്റ് ചെയ്ത് കുറച്ച് വർഷങ്ങൾ കഴിഞ്ഞാണെങ്കിലും നമ്മുടെ പർച്ചേസിംഗ് പവർ കുറയ്ക്കാതെ വെക്കാനാണ് ഗോൾഡ് സഹായിക്കുക. ബാങ്കിലെ FDയെ പോലെ അത് നമുക്ക് ഇൻട്രസ്റ്റ് തരില്ല. സ്റ്റോക്സ് ഡിവിഡൻഡ് തരുന്നത് പോലെ ഒരു സംഭവം ഉണ്ടാവില്ല. റിയൽ എസ്റ്റേറ്റ് പ്രോപ്പർട്ടിയിൽ നിന്നും റെന്റൽ ഇൻകം കിട്ടുന്ന പോലെയും ഉണ്ടാവില്ല. ബട്ട് അതിന്റെ കൂടുന്ന വാല്യൂ ആണ് നമുക്ക് കിട്ടുന്ന ബെനിഫിറ്റ്. അതും നമ്മൾ എപ്പോൾ ഗോൾഡ് വാങ്ങി പ്രൈസ് കൂടിയിരുന്നപ്പോഴാണോ കുറഞ്ഞിരുന്നപ്പോഴാണോ, ഓൾസോ എത്ര കാലം കീപ്പ് ചെയ്തു, ഇതിനെയൊക്കെ ബേസ് ചെയ്താണ് ഉണ്ടാവുക. ഈ പറയുന്നതൊക്കെ ഗോൾഡ് ജ്വല്ലറിയുടെ കാര്യമല്ല. ഗോൾഡ് ജ്വല്ലറി ഒരിക്കലും ഒരു ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് കാണരുത്. വാങ്ങുന്ന ടൈമിൽ തന്നെ മേക്കിംഗ് ചാർജ് ആയിട്ട് 50% നഷ്ടമാണ് നമുക്ക് ഉണ്ടാവുക. നമുക്ക് യൂസ് ചെയ്യാൻ ആവശ്യമുള്ള പോലത്തെ മാത്രം വാങ്ങിയിട്ട് ബാക്കി കോയിൻ, ബാർ ഓർ ഗോൾഡ് ETF ആയിട്ട് മാത്രം വാങ്ങുക. ഇവിടെ നമുക്ക് മനസ്സിൽ വെക്കാനുള്ളത് ഗോൾഡ് ഈസിലി ലിക്വിഡേറ്റ് ചെയ്യാൻ പറ്റില്ല. ഓൾസോ മണി ഗ്രോത്തിനും ഹെൽപ്പ് ചെയ്യില്ല. ജസ്റ്റ് ഇൻഫ്ലേഷനെ ബീറ്റ് ചെയ്യാൻ ഒരു ഹെൽപ്പർ മാത്രമാണ്. സോ ഗോൾഡ് വാങ്ങണ്ട എന്നല്ല, ബട്ട് സെൻസിബിളി ചെയ്യാം. നമ്മുടെ പോർട്ട്ഫോളിയോയുടെ 5 to 10% കൂടുതൽ ഗോൾഡിൽ പോകരുത്. ഓൾസോ ജ്വല്ലറി ഒരു ഇൻവെസ്റ്റ്മെന്റും അല്ല. ഇനി നെക്സ്റ്റ് ആളെ നമുക്ക് നോക്കാം. റിയൽ എസ്റ്റേറ്റ്. ഗോൾഡിന് ശേഷം നമുക്കുള്ള ഒബ്സഷൻ ആണ് റിയൽ എസ്റ്റേറ്റ്. ജോലിയൊക്കെ ആയി കുറച്ച് സമ്പാദിച്ചാല് പിന്നെ എവിടെയെങ്കിലും കുറച്ച് സ്ഥലം വാങ്ങിയില്ലേല് നമുക്ക് ഒരു വില ഉണ്ടാവില്ല സൊസൈറ്റിയിൽ. ഇന്ന ആളുടെ മോന് ഓർ മോള് ഇവിടെ ഇത്ര സെന്റ് സ്ഥലം വാങ്ങി, അവർക്ക് ഇത്രയൊക്കെ പ്രോപ്പർട്ടി ഉണ്ട്
എന്നതാണ് സ്റ്റാറ്റസ് ആയി കാണുന്നത്. ആ ഒരു സൊസൈറ്റി പ്രഷറിലും പിന്നെ പണ്ട് ഇത്രയ്ക്ക് വാങ്ങിയ സ്ഥലമാ ഇപ്പൊ ലക്ഷങ്ങളായി എന്നുള്ള സ്റ്റോറീസ് കേട്ടിട്ടും ഓൾസോ ലോൺ എടുത്തിട്ടാണേലും 2 വീട് എക്സ്ട്രാ വാങ്ങിയിട്ടാല് അതിൽ നിന്നും കിട്ടുന്ന റെന്റൽ വെച്ച് ലോൺ അടച്ചു തീർത്താല് പിന്നെ ഒരു വരുമാനമായല്ലോ എന്നുള്ള തോട്ട്സും ഒക്കെ കൊണ്ടാണ് നമ്മൾ മെയിൻ ആയിട്ടും റിയൽ എസ്റ്റേറ്റിൽ ഇൻവെസ്റ്റ്മെന്റ്സ് ചെയ്യുന്നത്. പിന്നെയുള്ള വേറൊരു റീസൺ ആണ് ബ്ലാക്ക് മണി ഹാൻഡ്ലിംഗ്. ഒരു പ്രോപ്പർട്ടി വാങ്ങാനോ വിൽക്കാനോ പോയാല് കാശ് ഇടപാടില്ലാതെ ഒന്നും നടക്കില്ല. സോ ടാക്സ് പേ ചെയ്യാത്ത മണി ഇങ്ങനെയൊക്കെയാണ് സർക്കുലേറ്റ് ആവുന്നത്. ഇനി ഇങ്ങനെ ആളുകള് പോസ്റ്റ് ചെയ്യാറുള്ള പോലത്തെ റിട്ടേൺസ് റിയൽ എസ്റ്റേറ്റിൽ നിന്നും കിട്ടുമോ എന്ന് നോക്കാം. എത്രയ്ക്ക് വാങ്ങി ഇപ്പോൾ എത്രയ്ക്ക് പോയി എന്നത് മാത്രമാണ് ആളുകൾ റിയൽ എസ്റ്റേറ്റ് പ്രോഫിറ്റ് കാൽക്കുലേഷനിൽ നോക്കുക. ഇൻ കേസ് ലോൺ എടുത്തിട്ടാണോ വാങ്ങിയത് എങ്കിൽ എത്ര കാശ് എക്സ്ട്രാ ഇൻട്രസ്റ്റ് ആയി അടച്ചു, മെയിൻ്റനൻസ് എത്ര ചെലവാകുന്നുണ്ട്, ടാക്സ് ആയിട്ട് എത്രയാണ് അടയ്ക്കുന്നത്, പിന്നെ എത്ര വർഷം എടുത്തു ഈ ഒരു അപ്രീസിയേഷന്, ഇനി അതല്ല റെന്റലിന് വിട്ടാല് വരുന്ന റെന്റൽ ഇൻകം, എല്ലാം കൂടി ഇട്ട് കാൽക്കുലേറ്റ് ചെയ്താൽ കാണാൻ പറ്റും ഒന്നുകിൽ ലോസ് ഓർ മിനിമൽ റിട്ടേൺസ് ആയിരിക്കും എന്ന്. ബിക്കോസ് ഇപ്പോഴുള്ള ഒരു കറപ്ഷൻ വെച്ച് പ്രോപ്പർട്ടി പ്രൈസസ് നല്ല ഹൈ ആണ്. ഒരു ബബിൾ എത്തിയാൽ പിന്നീട് ഇൻക്രീസ് ചെയ്യാൻ പാടാണ്. ഇൻക്രീസ് ചെയ്യില്ല എന്നല്ല, പെർസെന്റേജ് വളരെ കുറവായിരിക്കും. പിന്നെ ഇത് വേഗം ലിക്വിഡേറ്റ് ചെയ്യാനും പറ്റില്ല. പെട്ടെന്ന് ഒരു ആവശ്യം വന്നാൽ മറിക്കാനായിട്ട് പറ്റില്ല. എന്നാൽ വീടോ സ്ഥലമോ വാങ്ങാൻ പാടില്ലേ ചോദിച്ചാൽ വാങ്ങാം. നമുക്ക് താമസിക്കാനുള്ള ഒരു ഡ്രീം ഹോം വേണമെങ്കിൽ വാങ്ങാം. ബട്ട് അതിന് പുറത്ത് റിയൽ എസ്റ്റേറ്റിൽ കാശ് സ്പെൻഡ് ചെയ്യുന്നത് യൂസ്ഫുൾ ആകില്ല. നമ്മുടെ മുമ്പുള്ള ജനറേഷനിൽ ഓപ്ഷൻസ് വളരെ കുറവായിരുന്നു. സ്റ്റോക്സ്, മ്യൂച്വൽ ഫണ്ട് ഇതൊന്നും അത്ര ആക്സസിബിളും അല്ലായിരുന്നു, റെഗുലേറ്റഡും അല്ലായിരുന്നു. സോ ആ ടൈമിൽ ഇതൊക്കെ ഓക്കെയാണ്. ബട്ട് ഇപ്പോഴും നമ്മൾ ആ പഴയ 70s-ലും 80s-ലും ഫോളോ ചെയ്ത ഓപ്ഷൻസിൽ മാത്രം റിലേ ചെയ്യുന്നത് കണ്ടത്തരമാണ്. ഇക്വിറ്റിയെ കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് നെക്സ്റ്റ് സെക്ഷനിൽ കാണാം. ബട്ട് ഇതുവരെ നമ്മൾ പറഞ്ഞ ഇൻവെസ്റ്റ്മെന്റ് ഓപ്ഷൻസ് ഒക്കെ കൺസോളിഡേറ്റ് ചെയ്ത് പറയുകയാണെങ്കിൽ ഗോൾഡ് ജ്വല്ലറി യൂസ് ചെയ്യാൻ ആവശ്യത്തിന് മാത്രം വാങ്ങുക. പോർട്ട്ഫോളിയോയുടെ 5 to 10% മാത്രം ഗോൾഡിൽ ഇൻവെസ്റ്റ് ചെയ്യുക. ലൈക്ക് ഗോൾഡ് കോയിൻ, ബാർ ഓർ ഗോൾഡ് ETF. FD, ഡെപ്റ്റ് മ്യൂച്വൽ ഫണ്ട്സ്, ബോൺസ് എന്നുള്ള ഡെപ്റ്റ് പ്രോഡക്ട്സിൽ ഈസിലി ആക്സസിബിൾ ആയിട്ടുള്ള എന്നാൽ ഇൻട്രസ്റ്റ് വേണ്ട പോലത്തെ അളവിൽ മാത്രം ഇൻവെസ്റ്റ് ചെയ്യുക. നമ്മുടെ വയസ്സ് എത്രയാണോ പോർട്ട്ഫോളിയോയുടെ അത്ര പെർസെന്റേജ് മാത്രം ഡെപ്റ്റ് പ്രോഡക്ട്സിൽ ഇൻവെസ്റ്റ് ചെയ്യുക. ഫോർ എക്സാമ്പിൾ 30 വയസ്സാണെങ്കിൽ 30% ഓഫ് ദ പോർട്ട്ഫോളിയോ ഷുഡ് ബി ഓൺ ഡെപ്റ്റ്. അതിൽ കൂടുതൽ വേണ്ട. ബാക്കിയൊക്കെ ഇക്വിറ്റിയിൽ പോകണം. ഇക്വിറ്റിയാണ് മണി ഗ്രോ ചെയ്യാൻ നമ്മളെ സഹായിക്കുക. സ്വന്തമായി ഒരു വീട് വാങ്ങുന്നത് വരെ ഓക്കെ, അല്ലാതെ ഇതിനേക്കാൾ കൂടുതൽ റിയൽ എസ്റ്റേറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യാതെ ഇരിക്കുക. നമ്പർ 8, ഇക്വിറ്റി. നമ്മൾ ഒരുപാട് തെറ്റായി മനസ്സിലാക്കിയിട്ടുള്ള ഒരു അസറ്റ് ക്ലാസ് ആണിത്. സ്റ്റോക്കിൽ ഇട്ടാല് ചിലപ്പോൾ എല്ലാം അടിച്ചു പോകും, അല്ലെങ്കിൽ അവന്റെ ലക്കാണ്, ലോട്ടറി അടിച്ച പോലെ അവൻ ഇൻവെസ്റ്റ് ചെയ്ത സ്റ്റോക്കിൽ ഒരേ ഗെയിൻ ആണ് എന്നൊക്കെ പലപ്പോഴും പലരും പറഞ്ഞ് നമ്മൾ കേട്ട് കാണും. ആക്ച്വലി ഫസ്റ്റ് തന്നെ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ ഇവിടെ ട്രേഡിംഗ് അല്ല ചെയ്യാൻ പോകുന്നത്. അതിന്റെ മാത്തും സ്ട്രാറ്റജിയും ഡിഫറെന്റ് ആണ്. നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫുള്ള് ലോങ് ടേം ഇക്വിറ്റി ഇൻവെസ്റ്റ്മെന്റ്സിനെ കുറിച്ചാണ്. ഇതിലും മാത്സും സയൻസും കാൽക്കുലേറ്റഡ് റിസ്കും എല്ലാം ഉണ്ട്. ഇക്വിറ്റി എന്നത് ഇൻസ്റ്റന്റ് നൂഡിൽ അല്ല, സ്ലോ കുക്ക്ഡ് മീലാണ്. ഇക്വിറ്റിയെ കുറിച്ച് മനസ്സിലാക്കാൻ ഫസ്റ്റ് ഒരു ബിസിനസ് എങ്ങനെയാണ് ഫംഗ്ഷൻ ചെയ്യുന്നത് എന്ന് അറിയണം. ഓന്റർപ്രണേഴ്സിന് 2 രീതിയിൽ അവരുടെ ബിസിനസ്സിനുള്ള ഫണ്ട് കണ്ടുപിടിക്കാൻ പറ്റും, ഡെപ്റ്റ് ആൻഡ് ഇക്വിറ്റി. ഫോർ എക്സാമ്പിൾ, നിങ്ങൾക്ക് രാമു എന്നൊരു കൂട്ടുകാരനുണ്ട്. ആള് നല്ല അടിപൊളിയായിട്ട് ബിരിയാണി ഉണ്ടാക്കും. നിങ്ങളും മറ്റു ചില ഫ്രണ്ട്സും കൂടി രാമുവിന് ഒരു ബിരിയാണി ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ഐഡിയ കൊടുക്കുന്നു. രാമു ഫസ്റ്റ് വീട്ടിൽ വെച്ച് കുക്ക് ചെയ്ത് അപ്പാർട്ട്മെന്റിന്റെ ഉള്ളിൽ മാത്രം ഓർഡർ എടുത്ത് ബിരിയാണി ബിസിനസ് ചെറിയ രീതിയിൽ തുടങ്ങുന്നു. അത് നല്ല ഹിറ്റായി. സോ രാമു തന്റെ ബിസിനസ് എക്സ്പാൻഡ് ചെയ്യാനായിട്ട് പ്ലാൻ ചെയ്യുന്നു. സിറ്റിയുടെ മെയിൻ ഏരിയയിൽ ഒരു ഷോപ്പ് എടുത്ത് കിച്ചൺ സെറ്റപ്പ് ചെയ്യാനായിട്ടാണ് പ്ലാൻ. ഇതിനായിട്ട് നല്ല ചെലവാകും. ഫോർ എക്സാമ്പിൾ 30 lakhs ആണ് ഈ ഒരു എക്സ്പാൻഷന് വേണ്ടതെങ്കിൽ ഐദർ രാമുവിന് ലോണ് കുറച്ചെടുക്കാം, അതാണ് ഡെപ്റ്റ്. അല്ലെങ്കിൽ ഇൻ കേസ് ഫ്രണ്ട്സ് ഒരു 4 പേര് കൂടിയിട്ട് 5 lakhs വെച്ച് ബിസിനസിനായിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ വില്ലിംഗ് ആണെങ്കിൽ രാമു 10 lakhs ഇടാൻ റെഡിയുമായാൽ ഇപ്പോൾ രാമുവിന്റെ ബിരിയാണി ബിസിനസ്സിന് 6 ഷെയർസ് ആണ് ഉള്ളത്. അതിൽ 4 ഫ്രണ്ട്സിനും 1 ഷെയർ വീതവും രാമുവിന് 2 ഷെയർ വീതമാണ് ഹോൾഡ് ചെയ്യുന്നത്. വർഷാവസാനം ബിസിനസ് സൂപ്പറായി പോയിട്ട് 12 lakhs പ്രോഫിറ്റ് ഉണ്ടാക്കിയെങ്കിലും ഈ ഓരോ ഷെയർ ഹോൾഡേഴ്സിന്റെ പ്രോഫിറ്റ് 2 lakhs വീതമാണ്. അത് ഈ ഓരോ ഫ്രണ്ട്സും തിരിച്ച് അതേ ബിസിനസ്സിൽ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് തീരുമാനിക്കുന്നു. രാമു തന്റെ ബിസിനസ് കുറച്ചുകൂടി ബ്രാഞ്ചസ് ഒക്കെ ഓപ്പൺ ചെയ്ത് ഒരു ഫുഡ് ചെയിൻ ആയിട്ട് എക്സ്പാൻഡ് ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നു. ഇപ്പോൾ രാമുവിന് ഒരുപാട് കാശിന്റെ ആവശ്യം വരുന്നു. രാമു 5 lakhsന്റെ ഷെയറിനെ സ്പ്ലിറ്റ് ചെയ്ത് 10 rupeesന്റെ ചെറിയ ചെറിയ ഷെയർസ് ആക്കുന്നു. എന്നിട്ട് അത് വാങ്ങാൻ റെഡി ആവുന്നവർക്ക് സെൽ ചെയ്യുന്നു. സോ രാമുവിന്റെ ബിസിനസ്സിൽ ഒരു പൊട്ടൻഷ്യൽ കാണുന്നവര് ആ ചെറിയ ഷെയർസ് വാങ്ങി ബിസിനസ്സിൽ ഒരു പാർട്ടാകുന്നു.
ബിസിനസ് ഗ്രോ ആകുന്നതിനനുസരിച്ച് ഷെയറിന്റെ വാല്യൂവും കൂടുന്നു. ഇനി ഷെയർസ് ഒക്കെ ആര് വാങ്ങും? അങ്ങനെയുള്ള ആളുകളെ എങ്ങനെയാണ് കണ്ടുപിടിക്കുക എന്ന് ചോദിച്ചാൽ അതിന് രാമു പോകുന്ന സ്ഥലമാണ് സ്റ്റോക്ക് എക്സ്ചേഞ്ച്. ഇതിൽ രാമു തന്റെ കമ്പനി ലിസ്റ്റ് ചെയ്യും. കുറച്ച് റൂൾസും ക്രൈറ്റീരിയ ഒക്കെ രാമുവിന്റെ കമ്പനിക്ക് ഇവിടെ ഫോളോ ചെയ്യേണ്ടി വരും. പല കമ്പനീസിന്റെ ഗ്രോത്ത് ഓർ മറ്റു പല കാര്യങ്ങൾ അനലൈസ് ചെയ്ത് അവരുടെ കാശ് ഇൻവെസ്റ്റ് ചെയ്യാൻ റെഡി ആയിട്ടുള്ള പബ്ലിക് പീപ്പിൾ രാമുവിന്റെ കമ്പനിയെ കുറിച്ച് അറിയുന്നു. അവർ ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ അതിൽ ഇൻവെസ്റ്റ് ചെയ്ത് ഷെയർസ് വാങ്ങുന്നു. ഇനി ഇതൊക്കെ സേഫ് ആണോ? രാമു എങ്ങാനും കാശ് കൊണ്ട് ഓടിപ്പോകുമോ എന്ന് ചോദിച്ചാലും അതിനായിട്ട് സെബി എന്നൊരു ഓവർസൈറ്റ് അതോറിറ്റി ഉണ്ട് സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ. അവരുടെ റൂൾസ് ഈ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള എല്ലാ കമ്പനിയും ഫോളോ ചെയ്യേണ്ടതാണ്. സോ ഇക്വിറ്റി എന്നതിനെ കുറിച്ച് ചെറിയൊരു ഐഡിയ കിട്ടിക്കാണുമല്ലോ. ഓൾസോ ഇക്വിറ്റി എന്നത് ഗാംബ്ലിംഗ് അല്ല എന്നും മനസ്സിലാക്കുക. ഈ ഇക്വിറ്റിയുടെ ഒരു മെയിൻ റൂൾ ആണ് ബി പേഷ്യന്റ്. ക്ഷമയോടുകൂടി 7 to 10 ഓർ അതിൽ കൂടുതലോ വർഷങ്ങൾ ഇൻവെസ്റ്റ് ചെയ്ത് വെയിറ്റ് ചെയ്യുക. സാധാരണ ഇടയ്ക്കൊക്കെ ഉണ്ടാകുന്ന മാർക്കറ്റ് ഹിറ്റും വോളറ്റൈലിറ്റിയും ഒക്കെ ഇയേഴ്സ് കൂടുമ്പോൾ അതൊക്കെ ക്യാൻസൽ ആയി നല്ലൊരു റിട്ടേൺസ് കിട്ടുള്ളൂ. ആ റിട്ടേൺ പെർസെന്റേജ് നമ്മൾ ഇതുവരെ കണ്ട എല്ലാ അസറ്റ് ക്ലാസസിനേക്കാളും കൂടുതലാണ്. നമ്മൾ ഓൾറെഡി എമർജൻസി ഫണ്ട്, മെഡിക്കൽ കവർ, ലൈഫ് ഇൻഷുറൻസ് ഒക്കെ എടുത്തിട്ടുണ്ട് എന്ന കാര്യം ഓർക്കുക. സോ ഇങ്ങനെ ഇക്വിറ്റിയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന കാശ് കുറേ ഇയേഴ്സ് തൊടാതെ ഇരുന്നാലും നമ്മൾ ഓക്കെ ആണ് എന്ന് റിയലൈസ് ചെയ്യുക. ഇനി നമ്മുടെ മണിക്ക് ഒരു ഇക്വിറ്റി എക്സ്പോഷർ കൊടുക്കാൻ 2 രീതിയിൽ ഇൻവെസ്റ്റ് ചെയ്യാം. ഡയറക്റ്റ് ആയിട്ട് സ്റ്റോക്സ് വാങ്ങാം, ഇല്ലെങ്കിൽ മ്യൂച്വൽ ഫണ്ട്സിലും ഇൻവെസ്റ്റ് ചെയ്യാം. ഈ ബുക്കിന്റെ ഓതർ സ്റ്റോക്സ് ഡയറക്റ്റ് വാങ്ങാറില്ല, മറിച്ച് മ്യൂച്വൽ ഫണ്ട്സിലാണ് ഇൻവെസ്റ്റ് ചെയ്യാറുള്ളത്. ഓൾസോ അതാണ് ആളുകൾക്ക് റെക്കമെൻഡ് ചെയ്യുന്നത്. അതെന്തുകൊണ്ടാണ്? ഓൾസോ ഈ മ്യൂച്വൽ ഫണ്ട് എന്നാൽ എന്താണ് എന്നൊക്കെ നെക്സ്റ്റ് നമുക്ക് കാണാം. നമ്പർ 9, മ്യൂച്വൽ ഫണ്ട്സ്. മ്യൂച്വൽ ഫണ്ട് ഇല്ലാത്ത മണി ബോക്സ് ഇല്ല. നമ്മളൊരു നല്ല വലിയ ലോങ് ട്രിപ്പ് പോവുകയാണ് എന്ന് വിചാരിക്കാം. ഈ ഒരു കേസിൽ സ്വന്തം കാറിൽ പോകുമോ ഓർ ട്രെയിൻ ഓർ ഫ്ലൈറ്റ് എടുക്കുമോ? കാർ ഡ്രൈവ് ആണ് ചൂസ് ചെയ്യുന്നതെങ്കിൽ ഫസ്റ്റ് ഡ്രൈവിംഗ് അറിയണം, റൂട്ട് അറിയണം, കാറിന് എന്തെങ്കിലും മെയിൻ്റനൻസ് വന്നാൽ അറിയണം, സ്വന്തം സേഫ്റ്റിയും നോക്കണം. നേരെ മറിച്ച് ഫ്ലൈറ്റോ ട്രെയിൻ ചൂസ് ചെയ്താൽ നമ്മുടെ ഡെസ്റ്റിനേഷനിൽ എത്തിക്കാനുള്ള റെസ്പോൺസിബിലിറ്റി നമ്മൾ മറ്റു എക്സ്പേർട്സിന് കൊടുക്കുകയാണ്. റെയിൽവേയിലോ എയർലൈനിലോ ഉള്ള എക്സ്പേർട്സ് നമ്മളെ സേഫ് ആയിട്ട് നമുക്ക് പോകാനുള്ള ഡെസ്റ്റിനേഷനിൽ എത്തിക്കും വിത്ത് റീസണബിൾ കോസ്റ്റ്. ഇൻവെസ്റ്റ്മെന്റ്സും ഇതുപോലെയാണ്. സ്വന്തമായി വേണമെങ്കിലും ചെയ്യാം. അതിനായിട്ട് നല്ല സ്റ്റോക്സ് ചൂസ് ചെയ്തെടുക്കാൻ നമുക്ക് ടൈം വേണം, നോളേജ് വേണം, പോർട്ട്ഫോളിയോ ബിൽഡ് ചെയ്യണം, പിന്നെ അത് മാനേജും ചെയ്യണം. ഇനി അതല്ല, ആ പണി നമുക്ക് മാനേജ് ചെയ്യാൻ അറിയുന്ന പ്രൊഫഷണൽസിന് കൊടുക്കാം. മ്യൂച്വൽ ഫണ്ട് അതുപോലെയാണ്. ഒരുപാട് ചെറിയ ഇൻവെസ്റ്റേഴ്സിന്റെ മണി പൂൾ ചെയ്തിട്ട് അത് മാനേജ് ചെയ്യാൻ എക്സ്പേർട്സിന് കൊടുക്കുന്നു. അതാണ് മ്യൂച്വൽ ഫണ്ട്. സപ്പോസ് നമുക്കൊരു മന്ത്ലി സേവിങ്സ് ഉണ്ട്. നമ്മളെ പോലെ 1000കണക്കിന് ആളുകളുണ്ട്. അവരുടെയൊക്കെ ഈ ചെറിയ സേവിങ്സ് ഒക്കെ പൂൾ ചെയ്താൽ എക്സ്പേർട്സിന് ആ ബൾക്ക് എമൗണ്ട് വെച്ച് പ്രോഡക്ട്സ് വാങ്ങാം. പിന്നെ അത് ഫണ്ട് മാനേജറിനെ വെച്ച് മാനേജും ചെയ്യും. ഈ മ്യൂച്വൽ ഫണ്ടിനെ കുറിച്ച് കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് നോക്കാം. ഇന്ത്യയിലെ മ്യൂച്വൽ ഫണ്ട് ഇൻഡസ്ട്രിക്ക് 3 പാർട്സ് ആണ് ഉള്ളത്. ഈ മ്യൂച്വൽ ഫണ്ട് സെറ്റപ്പ് ചെയ്യാൻ ഇൻട്രസ്റ്റ് ഉള്ള ഒരു ബിസിനസ് മാനോ ഓർ ഒരു ഫേമോ ഉണ്ടാവും. ഈ ഒരു എൻറ്റിറ്റിയെയാണ് സ്പോൺസർ എന്ന് പറയുന്നത്. ആർക്കൊക്കെ ഈ സ്പോൺസർ ആകാം എന്നതിനെ കുറിച്ച് സെബിയിൽ കുറച്ച് റൂൾസ് ഒക്കെ ഉണ്ട്. ഈ സ്പോൺസർ തന്റെ ബിസിനസ്സിന് ഒരു പ്രോഫിറ്റ് ഉണ്ടാക്കണം എന്ന ഉദ്ദേശത്തോടെയാണ് മ്യൂച്വൽ ഫണ്ട് സെറ്റപ്പ് ചെയ്യുന്നത്. ഈ സ്പോൺസർ എന്നിട്ട് ഒരു ട്രസ്റ്റും ഒരു അസറ്റ് മാനേജ്മെന്റ് കമ്പനിയും ഉണ്ടാക്കും. നമ്മളെ പോലുള്ള ഇൻവെസ്റ്റേഴ്സിന്റെ അടുത്ത് നിന്നും കളക്ട് ചെയ്യുന്ന കാശ് ഈ ട്രസ്റ്റിലോട്ടാണ് പോകുന്നത്. സ്പോൺസർ കുറച്ച് ട്രസ്റ്റീസിനെ അപ്പോയിന്റ് ചെയ്യും. ഇൻവെസ്റ്റേഴ്സിന്റെ മണി ഗാർഡ് ചെയ്യാനായിട്ടാണ് ഇത്. ട്രസ്റ്റിന്റെ അടുത്തുള്ള മണി മാനേജ് ചെയ്യുന്ന ഒരു സർവീസ് പ്രൊവൈഡർ ആണ് ഈ അസറ്റ് മാനേജ്മെന്റ് കമ്പനി ഓർ AMC. അവർ അതിനായിട്ട് AMC ഫീ എന്നൊരു ഫീ എടുക്കും. മാർക്കറ്റിലോട്ട് പോകുന്നതിന് മുമ്പ് AMCക്ക് അവരുടെ പ്ലാൻസ്, സ്കീംസ് ഇതൊക്കെ ട്രസ്റ്റിലെ ട്രസ്റ്റീസിന്റെ അടുത്ത് നിന്നും അപ്രൂവൽ വാങ്ങേണ്ടതുണ്ട്. ഇൻവെസ്റ്റേഴ്സിനെ അട്രാക്ട് ചെയ്യാനായിട്ട് കുറച്ച് സ്കീംസ് ഒക്കെ AMC ഇറക്കും. ആൾക്കാരുടെ ഓരോ ആവശ്യങ്ങൾക്കും അനുസരിച്ച് ഇൻവെസ്റ്റേഴ്സ് ഓരോ സ്കീമും ചൂസ് ചെയ്യും. ഇനി നമ്മുടെ മനസ്സിൽ വരുന്ന അടുത്തൊരു ചോദ്യമാണ്, ഇതൊക്കെ മനസ്സിലായി, പക്ഷേ ഈ മ്യൂച്വൽ ഫണ്ട്സ് ഒക്കെ സേഫ് ആണോ എന്ന്. നമ്മുടെ അതായത് ഇൻവെസ്റ്റേഴ്സിന്റെ കാശും കൊണ്ട് സ്പോൺസേഴ്സിനോ AMCക്കോ മുങ്ങാനായിട്ട് പറ്റില്ല. ഇന്ത്യയിലെ ട്രസ്റ്റിന്റെ റൂൾ അനുസരിച്ച് തെറ്റ് ചെയ്താൽ ട്രസ്റ്റിയുടെ പേഴ്സണൽ അസറ്റ്സ് പിടിച്ചെടുക്കും, ഒപ്പം ജയിലിലും പോകും. അതുകൊണ്ട് കാശ് കൊണ്ട് മുങ്ങും എന്ന് പേടിക്കണ്ട. ബട്ട് മ്യൂച്വൽ ഫണ്ട്സ് മാർക്കറ്റ് ലിങ്ക്ഡ് പ്രോഡക്ട്സ് ആണ്. സോ മാർക്കറ്റിന്റെ അപ്സ് ആൻഡ് ഡൗൺസ് നമ്മുടെ മണിക്ക് ഫേസ് ചെയ്യേണ്ടി വരും. സോ എത്ര തരം ഫണ്ട്സ് ആണ് ഉള്ളത്? ഡെപ്റ്റ്, ഗോൾഡ് ആൻഡ് ഇക്വിറ്റി എന്ന 3 അസറ്റ് ക്ലാസ്സസിൽ മ്യൂച്വൽ ഫണ്ടിലൂടെ വാങ്ങാൻ പറ്റും. ഗവൺമെന്റോ മറ്റു ഫേംസോ ഇഷ്യൂ ചെയ്യുന്ന ഡെപ്റ്റ് പേപ്പേഴ്സ് വാങ്ങുന്ന ഫണ്ടാണ് ഡെപ്റ്റ് മ്യൂച്വൽ ഫണ്ട്. ഒരു കമ്പനിക്ക് ഷോർട്ട് ടേമിലോ ലോങ് ടേമിലോ വരുന്ന ആവശ്യങ്ങൾക്ക് ഫണ്ട് റേസ് ചെയ്യാൻ കൊടുക്കുന്നതാണ് ഡെപ്റ്റ് പേപ്പേഴ്സ്. ഇതിന് അവർ ഹോൾഡ് ചെയ്യുന്ന അത്ര കാലവും ഇൻട്രസ്റ്റ് വരും. ആ ടെന്യൂർ പീരീഡ് കഴിഞ്ഞതും പ്രിൻസിപ്പലും റീപേ ചെയ്യും. ക്വാളിറ്റി കൂടുന്തോറും ഇൻട്രസ്റ്റ് കുറവായിരിക്കും, റിസ്ക്കും കുറവായിരിക്കും. ക്വാളിറ്റി കുറഞ്ഞാൽ റിട്ടേൺസ് ഇൻട്രസ്റ്റ് കൂടും,
റിസ്ക്കും കൂടും. ഈ ഡെപ്റ്റ് മ്യൂച്വൽ ഫണ്ടിലൂടെ അല്ലാതെ സ്വന്തമായും വാങ്ങാം. ബട്ട് ഇൻ കേസ് നമ്മൾ ബോണ്ട് വാങ്ങുന്ന കമ്പനി ഡിഫോൾട്ട് ആയാൽ നമ്മുടെ പണം നഷ്ടമാവും. നേരെ മറിച്ച് ഡെപ്റ്റ് മ്യൂച്വൽ ഫണ്ടിലാണെങ്കിൽ ഏതെങ്കിലും ഒരു കമ്പനി ഡിഫോൾട്ടായി ഹിറ്റ് വന്നാലും പൂളിൽ മറ്റൊരുപാട് ബോണ്ട്സ് ഉള്ളത് കൊണ്ട് ആ ഹിറ്റ് വളരെ ചെറുതായിരിക്കും. അപ്പൊ ബോണ്ട് ചെയ്തെടുക്കും എന്നതിന് പകരം ഏതാണ് റൈറ്റ് എക്സ്പേർട്സ് എന്ന് ചൂസ് ചെയ്യുന്നതായിരിക്കും നമ്മുടെ പണി. ഇവിടെ പല സ്കീംസും ഉണ്ടെന്ന് പറഞ്ഞല്ലോ. നമ്മുടെ ആവശ്യത്തിനനുസരിച്ചുള്ള ഇൻവെസ്റ്റ്മെന്റ് ഹൊറൈസോൺ ഉള്ളതേ ചൂസ് ചെയ്യാവുള്ളൂ. ഷോർട്ട് ടേം നീഡിന് ഷോർട്ട് ടേം ഫണ്ട്, ലോങ് ടേം നീഡിന് ലോങ് ടേം ഫണ്ട്. ഇനി കാശ് ലിക്വിഡും ആയിരിക്കണം, എന്നാൽ കുറച്ച് നല്ല റിട്ടേൺസ് കിട്ടിയാൽ കൊള്ളാമെങ്കിലും ലിക്വിഡ് ഫണ്ട്സ് ആൻഡ് അൾട്രാ ഷോർട്ട് ടേം ഫണ്ട് എന്ന 2 ഫണ്ട്സ് ഉണ്ട്. ഇനി അടുത്ത 3 മുതൽ 6 മാസത്തില് ആവശ്യം വരുന്ന പോലെ ഉണ്ടെങ്കിൽ ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യാം. ഇതുപോലെ തന്നെയാണ് ഇക്വിറ്റി മ്യൂച്വൽ ഫണ്ട്സ്. ഇവിടെ സ്റ്റോക്സിലാണ് ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. ഡയറക്റ്റ് സ്റ്റോക്സും നമുക്ക് വേണമെങ്കിൽ വാങ്ങാം. ബട്ട് ഡെപ്റ്റിന്റെ കാര്യത്തിൽ പറഞ്ഞ പോലെ നല്ല സ്റ്റോക്സ് ഏതാണ് എന്നൊക്കെ കണ്ടുപിടിക്കണം. അതുപോലെ ഏതെങ്കിലും ഒന്ന് ഹിറ്റ് ആയാലും അത് പൂളിലെ മറ്റ് സ്റ്റോക്സിന്റെ പെർഫോമൻസ് ഹെൽപ്പ് ചെയ്യും. ഓൾസോ എക്സ്പേർട്സിന്റെ നോളജും ഇതിനായിട്ട് നമുക്ക് എടുക്കാം. ഇക്വിറ്റി മ്യൂച്വൽ ഫണ്ടിൽ ആക്റ്റീവ് ആൻഡ് പാസീവ് ഫണ്ട്സ് എന്ന് 2 ടൈപ്പ് ഉണ്ട്. ഇത് മനസ്സിലാക്കാൻ നമുക്ക് വേറൊരു സെനാരിയോ നോക്കാം. എനിക്ക് എന്റെ ഓഫീസിലോട്ട് മെട്രോ പിടിച്ചും പോവാം ഓർ ഒരു ക്യാബ് പിടിച്ചും പോകാം. ഇൻ കേസ് ഞാൻ ക്യാബിലാണ് പോകുന്നതെങ്കിൽ എന്റെ ജേർണി ആ ടൈമിൽ വരുന്ന ക്യാബ് ഡ്രൈവറിനെ പോലെ ഇരിക്കും. ചിലപ്പോൾ അയാൾ വേഗം കൊണ്ടെത്തിക്കും, ചിലപ്പോൾ അയാൾ സിഗ്നൽ ഒക്കെ ഫോളോ ചെയ്യാതെയും ഫാസ്റ്റായി ഓടിച്ചും ഷോർട്ട് കട്ട്സ് എടുത്തും ഒക്കെ എന്നെ വേഗം തന്നെ എത്തിച്ചേക്കാം. ഇവിടെ എനിക്ക് നേരത്തെ ഓഫീസിൽ എത്താൻ പറ്റിയാലും മറ്റു ചില റിസ്ക്സ് ഉണ്ട്. ലൈക്ക് പോലീസ് പിടിച്ചേക്കാം, ആക്സിഡന്റ് ഉണ്ടായേക്കാം. അതുപോലെ ഇൻ കേസ് ടു മച്ച് കോഷ്യസ് ആയി ഓടിക്കുന്ന ഡ്രൈവർ ആണ് വരുന്നതെങ്കിൽ പതുക്കെ എഴഞ്ഞ് ഞാൻ സമയത്ത് ഓഫീസിൽ എത്തുകയും ചെയ്യില്ല. ഇതുപോലെയാണ് ആക്റ്റീവ് മ്യൂച്വൽ ഫണ്ട്സ്. ഇവിടെ നമ്മൾ ചൂസ് ചെയ്യുന്ന ഫണ്ടിന്റെ ഫണ്ട് മാനേജറിന് മാർക്കറ്റിൽ ഒരു വ്യൂ ഉണ്ടാകും. ഇൻവെസ്റ്റ്മെന്റ് മാൻഡേറ്റ് എത്തുന്നവരെ സ്റ്റോക്സിൽ ഇട്ടിട്ട് പിന്നീടുള്ള മണി അയാൾ ട്രേഡിംഗിലൂടെ ആയിരിക്കും മാനേജ് ചെയ്യുക. ഇവിടെ എന്ത് സംഭവിക്കാനും സാധ്യതയുണ്ട്. വോളറ്റിലിറ്റി നല്ല കൂടുതലായിരിക്കും. ഓൾസോ ഫണ്ട് മാനേജറുടെ ഡെസിഷൻസിനെ ബേസ് ചെയ്തിട്ടായിരിക്കും ആ ഫണ്ടിന്റെ പെർഫോമൻസ്. ഇനി മെട്രോയിൽ ഓഫീസിൽ പോകുന്ന സെനാരിയോ നോക്കാം. ഇവിടെ കമ്പയർ ടു ക്യാബ് ആക്സിഡന്റ്സിന്റെ ചാൻസ് നല്ല കുറവാണ്, സേഫ് ആണ്, പിന്നെ അത്യാവശ്യം പ്രെഡിക്റ്റബിളുമാണ്. ഒരു മെട്രോ ട്രെയിന് ഇത്ര മണിക്ക് എടുത്താലും ഇത്ര മണിക്ക് എന്റെ ഓഫീസിൽ കൊണ്ടെത്തിക്കും എന്ന് എനിക്ക് നേരത്തെ തന്നെ അറിയാം. ചിലപ്പോൾ ക്യാബിനെ കമ്പയർ ചെയ്യുമ്പോൾ ട്രാവൽ ടൈം കൂടുതലായിരിക്കും ഇതിന്. ഇതുപോലെയാണ് പാസീവ് മ്യൂച്വൽ ഫണ്ട്സ്. പാസീവ് ഫണ്ട്സ് ഇൻഡെക്സ് മാത്രം വാങ്ങിയിട്ട് അത് മാത്രം ഹാൻഡിൽ ചെയ്യും. ലാർജ് റിസർച്ച് സ്റ്റോക്സിലോ ബ്രോക്കേഴ്സോ ഡീൽസിലോ ഒന്നും പാസീവ് ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്യില്ല. അതുകൊണ്ടാണ് പാസീവ് ഫണ്ട്സിന്റെ കോസ്റ്റ് ആക്റ്റീവ് ഫണ്ട്സിനേക്കാളും കുറവ്. ഇനി ഇതല്ലാതെ ഇക്വിറ്റി മ്യൂച്വൽ ഫണ്ട്സിനെ മാർക്കറ്റ് ക്യാപ് ബേസ് ചെയ്തിട്ടും ക്ലാസിഫൈ ചെയ്യാം. അതിന്റെ ബേസിക് ലെവൽ ആണ് ലാർജ് ക്യാപ്, മിഡ് ക്യാപ്, സ്മോൾ ക്യാപ് ഫണ്ട്സ്. ലാർജ് ക്യാപ് ഫണ്ട്സ് ഒക്കെ കൂടുതൽ മെച്യൂറും സ്റ്റേബിളും ആയിരിക്കും. അവർ വലിയ കമ്പനീസിലൊക്കെ ആയിരിക്കും ഇൻവെസ്റ്റ് ചെയ്യുക. മിഡ് ക്യാപ് ഫണ്ട്സ് മിഡ് സൈസ്ഡ് ഫേംസിന്റെ സ്റ്റോക്സിലായിരിക്കും ഇൻവെസ്റ്റ് ചെയ്യുക. സ്മോൾ ക്യാപ്സ് സ്മോൾ കമ്പനീസിലായിരിക്കും ഇൻവെസ്റ്റ് ചെയ്യുക. സ്മോൾ ആൻഡ് മിഡ് ക്യാപ്സ് ആയിരിക്കും പോർട്ട്ഫോളിയോയിൽ ഗ്രോത്ത് കൊണ്ടുവരുന്ന ആൾക്കാർ, ബട്ട് വോളറ്റൈൽ ആയിരിക്കും. ഇവർ ലോങ് ടേമിൽ നല്ല ബെനിഫിറ്റ് തരും. ഇങ്ങനെ മ്യൂച്വൽ ഫണ്ട്സ് നോക്കിയാൽ ഒരുപാട് ക്ലാസിഫിക്കേഷൻസും ഡീറ്റെയിൽസും ഒക്കെ ഉണ്ട് മനസ്സിലാക്കാൻ. ഈ ഓതർ മ്യൂച്വൽ ഫണ്ട്സിന് മാത്രമായി തന്നെ ഒരു ബുക്ക് എഴുതിയിട്ടുണ്ട്, ലെറ്റ്സ് ടോക്ക് മ്യൂച്വൽ ഫണ്ട്സ്. ഞാൻ അത് വായിച്ചിട്ടില്ല. മ്യൂച്വൽ ഫണ്ട്സിനെ കുറിച്ച് ഞാൻ ഇവിടെ ഇത്രേ പറയുന്നുള്ളൂ. ഡീറ്റെയിൽഡ് ആയിട്ട് മനസ്സിലാക്കാൻ ലെറ്റ്സ് ടോക്ക് മ്യൂച്വൽ ഫണ്ട് എന്ന ബുക്ക് കൂടി വായിച്ചു നോക്കുക. ഇതല്ലാതെ 2-3 കാര്യങ്ങൾ കൂടി മ്യൂച്വൽ ഫണ്ട്സിൽ നോക്കിയിട്ട് നമുക്ക് നെക്സ്റ്റ് ചാപ്റ്ററിലോട്ട് കിടക്കാം. സിപ്പ്, STP ആൻഡ് SWP. സിപ്പ് എന്നത് സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെന്റ് പ്ലാൻ ആണ്. ഇത് ബാങ്കിലെ RD പോലെ എന്ന് വിചാരിക്കാം. മാസം ഇതിലൊരു എമൗണ്ട് അടച്ചു വരണം. ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യുന്നതിന് പകരം മ്യൂച്വൽ ഫണ്ടിലായിരിക്കും നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുക എന്നതാണ് ഡിഫറൻസ്. ഇത് കയ്യിലുള്ള കാശ് ചിലവായി പോവാതെ സേവ് ചെയ്യാനും പിന്നെ നല്ല റിട്ടേൺസ് കിട്ടാനും ഹെൽപ്പ് ചെയ്യും. ഇവിടെ നമ്മൾ മനസ്സിൽ വെക്കാനുള്ളത് സിപ്പ് എന്നത് ഒരു ഗോൾ അല്ല, മറിച്ച് മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ഒരു വെഹിക്കിൾ ആണ്. ഫണ്ട് സ്കീമും മ്യൂച്വൽ ഫണ്ട് ടൈപ്പും ഒക്കെ നമ്മൾ ഓർ ഫിനാൻഷ്യൽ പ്ലാനറിന്റെ ഹെൽപ്പോട് കൂടിയും ചൂസ് ചെയ്യേണ്ടി വരും. അടുത്തതാണ് STP ഓർ സിസ്റ്റമാറ്റിക് ട്രാൻസ്ഫർ പ്ലാൻ. ഒരു വലിയ മണിയെ ലംസം ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്യാതെ കുറച്ച് സ്പേസ് എടുത്ത് മന്ത്ലി ചെയ്യുന്നതാണ് STP. ഒറ്റയടിക്ക് ഇൻവെസ്റ്റ് ചെയ്യാതെ ലിക്വിഡ് ഫണ്ടിലെ ക്യാഷ് ഇട്ടിട്ട് ഒരു ഇക്വിറ്റി സ്കീമിലോട്ട് ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് ഇതിൽ സെറ്റപ്പ് ചെയ്യുന്നു. ഇനി അടുത്തതാണ് SWP, സിസ്റ്റമാറ്റിക് വിഡ്രോവൽ പ്ലാൻ. ഒരു ഇൻകം ജനറേറ്റ് ചെയ്യാനായിട്ട് പീരിയോഡിക്കലി കുറച്ച് യൂണിറ്റ്സ് റീഡീം ചെയ്തിട്ട് വിഡ്രോ ചെയ്യുന്ന ഫെസിലിറ്റി ആണിത്. ഇത് ഡിവിഡൻഡ് പോലെയാണ്. ബട്ട് SWPയിൽ എത്ര മണി വിഡ്രോ ചെയ്യണം എന്ന കൺട്രോൾ നമ്മുടെ അടുത്താവും ഉണ്ടാവുക. ഇതിന്റെ റിസ്ക് എന്താണെന്നാൽ കോർപ്പസിൽ കടന്ന് ചെലവാക്കുന്ന പോലെയും ആവും ചിലപ്പോൾ. അപ്പൊ അത്രേ ഉള്ളൂ ഇതിൽ പറയാൻ. ഇനി നെക്സ്റ്റ് ചാപ്റ്ററിൽ നമുക്ക് എല്ലാം കൂടി ഒന്ന് ചേർത്ത് വെച്ച് നോക്കാം. നമ്പർ 10, പുട്ടിംഗ് ഇറ്റ് ഓൾ ടുഗെദർ. അങ്ങനെ ഫൈനലി ഒരു സിസ്റ്റം ഉണ്ടാക്കി നമ്മൾ. ഇത് ഒരു ഫുൾ കോഴ്സ് ബാലൻസ്ഡ് മീൽ പോലെയാണ്.
പലതരം ഐറ്റംസ് ഉണ്ട്. ഇതിൽ എല്ലാം നമുക്ക് വേണം. പ്രോട്ടീൻസ് നമ്മുടെ ബോഡിക്ക് ആവശ്യമാണ് എന്ന് പറഞ്ഞാൽ അതുമാത്രം ശ്രദ്ധിച്ചിട്ട് ബാക്കി ന്യൂട്രിയൻസ് കിട്ടാതായാലും ശരിയാവില്ല. അതുപോലെ ഇങ്ങനെയുള്ള ബാലൻസ്ഡ് മീല് ഓരോ ഏജിലും കഴിക്കുമ്പോൾ അതിന്റെ അളവ് വ്യത്യസ്തമായിരിക്കും. ഓൾസോ എന്തെങ്കിലുമൊക്കെ ഹെൽത്ത് കണ്ടീഷൻ ഉണ്ടെങ്കിലും അപ്പോഴും മോഡിഫൈ ചെയ്യേണ്ടി വരും. ബേസിക്കലി പലതരം ഫുഡ് കഴിക്കുക, അറിഞ്ഞ് കഴിക്കുക. നമ്മുടെ ഫൈനാൻഷ്യൽ പ്രോഡക്ട്സും അതുപോലെ തന്നെയാണ്. നമുക്ക് പല ടൈപ്പ് വേണം, അല്ലാതെ എല്ലാ കാശും ഒന്നിൽ കൊണ്ടിടാൻ പാടില്ല. അതുപോലെ പലതരം പ്രോഡക്ട്സും ഉണ്ടാകും. സോ നമ്മുടെ മണി ബോക്സിൽ ഒരു പ്രോഡക്റ്റ് സ്ഥാനം പിടിച്ചിട്ടുണ്ടെങ്കിൽ അത് നല്ലപോലെ തിരഞ്ഞെടുത്തതാകണം, ജസ്റ്റിഫയബിൾ ആയിരിക്കണം. ഒരു പ്രോഡക്റ്റ് നമ്മൾ ചൂസ് ചെയ്യുമ്പോൾ കോസ്റ്റ് ചെക്ക് ചെയ്യണം. കോസ്റ്റ് തന്നെ എൻട്രി കോസ്റ്റ്, ഓൺ ഗോയിങ് കോസ്റ്റ്, എക്സിറ്റ് കോസ്റ്റ് ഇതൊക്കെ നോക്കണം. കോസ്റ്റ് കഴിഞ്ഞാൽ നോക്കേണ്ടതാണ് റിട്ടേൺസ്. പിന്നെ മനസ്സിലാക്കേണ്ടതാണ് എന്തെങ്കിലും ലോക്ക് ഇൻ പീരീഡ് ഉണ്ടോ. ഇൻ കേസ് നേരത്തെ എക്സിറ്റ് ആകണമെങ്കിൽ അതിന്റെ കോസ്റ്റ് എത്രയാണ് എന്നും അന്വേഷിക്കണം. അതുപോലെ ഓരോ പ്രോഡക്റ്റ് ചൂസ് ചെയ്യുമ്പോഴും അതിന്റെ ഹോൾഡിംഗ് പീരീഡ് എങ്ങനെയാണ്, നല്ല ബെനിഫിറ്റ് കിട്ടണമെങ്കിൽ ഷോർട്ട് ടേം ഹോൾഡ് ചെയ്യണോ ഓർ ലോങ് ടേം ഹോൾഡ് ചെയ്യണോ എന്നൊക്കെ. ഇതിനോടൊപ്പം ടാക്സസിനെ കുറിച്ചും കാൽക്കുലേറ്റ് ചെയ്യണം. നമ്മൾ ഏത് പ്രോഡക്റ്റ് ചൂസ് ചെയ്താലും അതിന്റെ റിട്ടേൺസ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ കോസ്റ്റ്, ഇൻഫ്ലേഷൻ ആൻഡ് ടാക്സസ് ഇത് മൂന്നും കൂടി കൺസിഡർ ചെയ്യണം. ഇപ്പോൾ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിച്ചിട്ട് അനാലിസിസ് നടത്തി കുറെ റിസർച്ച് ഒക്കെ ചെയ്ത് നമ്മൾ ഒരു ലിസ്റ്റ് ഉണ്ടാക്കി വെച്ചു. ഇനി നമുക്ക് നമ്മുടെ മണി ബോക്സിൽ ഇതൊക്കെ ആഡ് ചെയ്താലോ? വരട്ടെ. ആഡ് ചെയ്യുന്നതിന് മുമ്പ് അസറ്റ് അലോക്കേഷനെ കുറിച്ച് മനസ്സിലാക്കാനുണ്ട്. പോർട്ട്ഫോളിയോ ഡൈവേഴ്സിഫൈ ചെയ്യണം എന്ന് കേട്ടിട്ടില്ലേ? ഇനി ഇത് എപ്പോൾ ചെയ്യണം, എങ്ങനെയാ ചെയ്യേണ്ടത് എന്ന് ഡൗട്ട് ഉണ്ടെങ്കിൽ ഇനി പറയാൻ പോകുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുക. നമ്മൾ ഫസ്റ്റ് പറഞ്ഞ പോലത്തെ എല്ലാ അസറ്റ്സിന്റെയും ഒരു മിക്സ് ആണ് നമ്മുടെ ബോക്സിൽ വേണ്ടത്. നമ്മുടെ പോർട്ട്ഫോളിയോയ്ക്ക് ഒരു സ്റ്റെബിലിറ്റി കിട്ടാനാണ് ഡെപ്റ്റ് പ്രോഡക്ട്സ് ഇൻക്ലൂഡ് ചെയ്യേണ്ടത്. PF, PPF, FDs, ബോൺസ്, ഡെപ്റ്റ് ഫണ്ട്സ് ഇതൊക്കെയാണ് ഡെപ്റ്റ് പ്രോഡക്ട്സ്. ഇക്വിറ്റി ആണ് ഗ്രോത്തിന് വേണ്ടത്. ഇൻഫ്ലേഷൻ ബീറ്റ് ചെയ്ത് റിട്ടേൺസ് കിട്ടുന്നത് ഇക്വിറ്റിയിലൂടെയാണ്. പർച്ചേസിംഗ് പവർ മെയിൻറ്റെയിൻ ചെയ്യാൻ ഗോൾഡിൽ കുറച്ച് ആഡ് ചെയ്യാം. ബട്ട് അത് 5 to 10% മാത്രമേ ആകാവുള്ളൂ. റിയൽ എസ്റ്റേറ്റ്, താമസിക്കാൻ ഒരു വീട്, അതിന് മാത്രം കരുതുക. ഇനി ഈ ഡെപ്റ്റും ഇക്വിറ്റിയും തമ്മിലുള്ള എക്സാക്ട് അലൊക്കേഷൻ പേഴ്സൺ ടു പേഴ്സൺ മാറുമെങ്കിലും ഇക്വിറ്റിയുടെ ഒരു തമ്പ് റൂൾ ആണ് 100 മൈനസ് യുവർ ഏജ്. 30 വയസ്സുള്ള ഒരാൾക്ക് പോർട്ട്ഫോളിയോയുടെ 70% ഇക്വിറ്റിയിലും 30% ഡെപ്റ്റിലും അലൊക്കേറ്റ് ചെയ്യാം. പിന്നെ നമുക്കിപ്പോൾ 3 ഡിഫറെന്റ് അക്കൗണ്ട്സ് ആണുള്ളത്. ഇൻകം, സ്പെൻഡ് ഇറ്റ്, ഇൻവെസ്റ്റ്. അതിനുശേഷം എമർജൻസി ഫണ്ട് കരുതുന്നു, മെഡിക്കൽ കവർ ഫാമിലിക്ക് എടുക്കുന്നു, ലൈഫ് ഇൻഷുറൻസ് എടുക്കുന്നു. ഇതൊക്കെ ചെയ്തിട്ട് ഇൻവെസ്റ്റ്മെന്റ്സ് തുടങ്ങുന്നു. ഇൻവെസ്റ്റ്മെന്റ്സും ഓൾമോസ്റ്റ് ദെയർ, ഇൻ സം ടൈം, ഫാർ അവേ എന്ന് ഡിവൈഡ് ചെയ്ത് തന്നെ പ്രോഡക്ട്സ് ചൂസ് ചെയ്യാം. അപ്പം ഈ പറഞ്ഞ അസറ്റ് അലൊക്കേഷനും മൈൻഡിൽ വെച്ച് ഓരോ പ്രോഡക്ട്സും ചൂസ് ചെയ്ത് മണി ബോക്സിൽ ഫില്ല് ചെയ്യാം. ഇത് എത്രയും ചെയ്താൽ കഴിഞ്ഞോ പരിപാടി ചോദിച്ചാലും ഇല്ല, കഴിഞ്ഞിട്ടില്ല. 2-3 കാര്യങ്ങൾ കൂടിയുണ്ട്. നമ്പർ 11, മൈ റിട്ടയർമെന്റ്. ഈ ബന്ധോ നമ്മൾ നമ്മുടെ പാഷൻ ഫോളോ ചെയ്താലും ഓർ നമുക്ക് ഇഷ്ടമുള്ള ജോലിയാണ് ഇപ്പോൾ ചെയ്യുന്നത്, ഞാൻ ലൈഫ് ലോങ് ഇത് ചെയ്യാൻ റെഡിയാണ് എന്ന് പറഞ്ഞാലും റിട്ടയർമെന്റ് എന്നത് ഇന്നെവിറ്റബിൾ ആണ്. മേ ബി കുറെ വർഷങ്ങൾ കഴിഞ്ഞ് നമ്മുടെ ഹെൽത്ത് ഡിഗ്രേഡ് ആവാം, ഓർ മേ ബി നമ്മൾ ഇപ്പോൾ ചെയ്യുന്ന ജോലിക്ക് കുറെ വർഷങ്ങൾ കഴിഞ്ഞ് ഡിമാൻഡ് ഇല്ലാതെ ആവാം. സോ നമുക്ക് വേണ്ടി ഒരു റിട്ടയർമെന്റ് കോർപ്പസ് ഉണ്ടാക്കേണ്ടത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. സോ ദാറ്റ് 60 വയസ്സ് കഴിഞ്ഞ് ജോലിയൊക്കെ നിർത്തി നമുക്ക് അങ്ങനെ ഫൈനാൻഷ്യലി ഫ്രീ ആകാം. സോ എന്താണ് ഈ ഫൈനാൻഷ്യലി ഫ്രീ എന്നത്? ഇനി ഫൈനാൻഷ്യലി ഫ്രീ ആകാൻ 60 വയസ്സ് വരെ കാത്തിരിക്കണം എന്നൊക്കെ നമുക്കിനി നോക്കാം. നമ്മുടെ ജീവിത ചെലവുകൾക്കും മാസം ഒക്കെയുള്ള ബിൽസ് അടയ്ക്കാനും ഒക്കെ വേണ്ടിയുള്ള കാശിന് വേണ്ടി ജോലി ചെയ്യണം എന്നുള്ള ആവശ്യം വരാത്ത സിറ്റുവേഷൻ. അതായത് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള അസറ്റ്സിൽ നിന്നും വരുന്ന വരുമാനം വെച്ച് ഇപ്പോഴും ഇനി അങ്ങോട്ടുള്ള ഫുൾ ലൈഫും ജീവിക്കാൻ പറ്റും എന്നുള്ള കേസ്. അപ്പൊ എല്ലാവർക്കും അതിനായിട്ട് എത്ര കാശ് വേണ്ടി വരും എന്ന ഡൗട്ട് ഉണ്ടാവും. അതിന് കുറച്ച് കാൽക്കുലേഷൻസ് ഒക്കെ ചെയ്യേണ്ടതുണ്ട്. അതിനു മുമ്പ് ഈ ഫൈനാൻഷ്യലി ഫ്രീ ആകേണ്ടതിന്റെ ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചാൽ അതിന് കുറച്ച് റീസൺസ് ഉണ്ട്. ഫൈനാൻഷ്യലി ഫ്രീ ആയി എന്ന് പറഞ്ഞ് ഒന്നും ചെയ്യാതെ വീട്ടിലിരുന്ന് സമയം കളയണം എന്നല്ല മീൻ ചെയ്യുന്നത്. അങ്ങനെ ചെയ്താൽ ലൈഫിന് ഒരു മീനിങ് ഇല്ലാത്ത പോലെ ആവും, എല്ലാം അടുക്കും. ഫൈനാൻഷ്യലി ഫ്രീ ആയാൽ അത് മറ്റു പല കാര്യങ്ങൾക്കും ഫ്രീഡം തരും. നമുക്ക് ഇഷ്ടമുള്ള ജോലി തിരഞ്ഞെടുക്കാനുള്ള ഫ്രീഡം, എപ്പോഴൊക്കെ ജോലി ചെയ്യണം, എത്ര സമയം ജോലി ചെയ്യണം എന്നൊക്കെ ഡിസൈഡ് ചെയ്യാനുള്ള ഫ്രീഡം. അതുപോലെ പ്രായമായാലും കമ്പനിയിലെ ബോസിനെയോ സ്വന്തം കുട്ടികളെയോ ഡിപ്പെൻഡ് ചെയ്യാതെ ജീവിക്കാൻ പറ്റുന്ന ഫ്രീഡം. അതുകൊണ്ട് ഈ റിട്ടയർമെന്റ് കോർപ്പസ് എന്നത് പതിയെ ബിൽഡ് ചെയ്ത് കൊണ്ടുവരേണ്ടത് ഇമ്പോർട്ടന്റ് ആണ്. ഈവൻ ഒരുപാട് വരുമാനം ഇപ്പോൾ ഇല്ലെങ്കിലും. ഇനി എത്ര എമൗണ്ട് എന്ന് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഇൻഫ്ലേഷൻ എന്ന ആളെ മെയിൻ ആയിട്ടും കൺസിഡർ ചെയ്യേണ്ടി വരും. അതുപോലെ നമ്മുടെ ഇന്ത്യൻ മെന്റാലിറ്റി അനുസരിച്ചിട്ടുള്ള നമുക്ക് ശേഷം നമ്മുടെ കുട്ടികൾക്ക് അസറ്റ്സ് ഇൻഹെറിറ്റൻസ് ആയി പാസ് ചെയ്യണം എന്നൊരു മൈൻഡ് സെറ്റോട് കൂടി തന്നെ കാൽക്കുലേറ്റ് ചെയ്യാം. അല്ലാതെ ക്യാപിറ്റൽ ഫുള്ള് തീർക്കുന്നത് പോലെ അല്ല. ഓൾസോ ഇതൊരു അപ്രോക്സിമേറ്റ് കണക്കാണ്. ഓരോരുത്തരുടെ ലൈഫ് സിറ്റുവേഷൻ ആൻഡ് മണി ബിഹേവിയറിനനുസരിച്ച് ഏറ്റക്കുറച്ചിലുകൾ വന്നേക്കാം. കാൽക്കുലേഷന് വേണ്ടി നമ്മൾ ഫസ്റ്റ് മനസ്സിൽ വെക്കേണ്ട ഒരു കാര്യമാണ് സേവ് യുവർ ഏജ്. എത്രയാണോ നമ്മുടെ ഇപ്പോഴുള്ള വയസ്സ് അത്ര പെർസെന്റേജ് ഓഫ് നമ്മുടെ ഇപ്പോഴുള്ള ടാക്സ്
ടാക്സ് കഴിഞ്ഞിട്ടുള്ള ടേക്ക് ഹോം ഇൻകം റിട്ടയർമെന്റ് കോർപ്പസിന് വേണ്ടി സേവ് ചെയ്യണം. അതായത് ഇപ്പോൾ 25 വയസ്സാണെങ്കിൽ പോസ്റ്റ് ടാക്സ് ഇൻകമിന്റെ 25% സേവ് ചെയ്യണം. 40 വയസ്സാണെങ്കിൽ പോസ്റ്റ് ടാക്സ് ഇൻകമിന്റെ 40% സേവ് ചെയ്യണം. ഈ ഒരു ഫോർമുല നമ്മൾ ഇതുവരെ യാതൊരുവിധ കാശും റിട്ടയർമെന്റിലോട്ട് സേവ് ചെയ്തിട്ടില്ലെങ്കിലാണ് കറക്റ്റ്. അതായത് PF, റിയൽ എസ്റ്റേറ്റ്, ഗോൾഡ്, മ്യൂച്വൽ ഫണ്ട്, ബാങ്കിലെ ഡെപ്പോസിറ്റ് അങ്ങനെ ഒന്നും തന്നെ സേവ് ചെയ്യാത്ത 40 വയസ്സുള്ള ആള് 40% ഓഫ് ഇൻകം സേവ് ചെയ്യണം. അതേ സിറ്റുവേഷനിലുള്ള 30 വയസ്സുള്ള ആള് 30% ഓഫ് ഇൻകം സേവ് ചെയ്യണം. സോ ഇതിൽ നിന്നും റിട്ടയർമെന്റ് കോർപ്പസിന് വേണ്ടി സേവ് ചെയ്യേണ്ടത് ചെറിയ പ്രായത്തിൽ നിന്ന് തന്നെ ചെയ്യുകയാണെങ്കിൽ നല്ലതാണ് എന്ന് മനസ്സിലാക്കാണോ. ഇതൊരു വേർസ്റ്റ് കേസ് സെനാരിയോ പോലെയാണ്. വേറൊരു രീതിയിലും സേവിങ്സ് ഇല്ലെങ്കിൽ ആണ് ഇത്ര. ബട്ട് ഈ എക്സാമ്പിളിൽ പറഞ്ഞ ഏതെങ്കിലും ഒക്കെ അസറ്റ്സിൽ ഓൾറെഡി ക്യാഷ് ഇൻവെസ്റ്റ് ചെയ്ത് സേവ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത്ര പെർസെന്റേജ് വേണ്ടി വരില്ല, അതിൽ കുറവാണ് വേണ്ടത്. ഇനി എത്ര ക്യാഷ് റിട്ടയർമെന്റിന് വേണ്ടി വേണ്ടിവരും എന്ന് കാൽക്കുലേറ്റ് ചെയ്യാൻ ഇപ്പോഴുള്ള നമ്മുടെ സ്പെൻഡ് അറിയണം. അതിന് നമ്മുടെ മണി ബോക്സിലെ സ്പെൻഡ് ഇറ്റ് അക്കൗണ്ടിലോട്ട് നോക്കിയാൽ മതിയാവും. അതിന്റെ കൂടെ ഇൻഫ്ലേഷൻ റേറ്റ് ഇൻകോർപ്പറേറ്റ് ചെയ്ത് നമുക്ക് 60 വയസ്സാകുമ്പോൾ എത്ര വേണ്ടി വരും എന്ന് നോക്കാം. എന്നിട്ട് ഈ പ്രൊജക്ട് ചെയ്ത ആനുവൽ എക്സ്പെൻസിന്റെ 18 to 35 ടൈംസ് ആണ് 60 വയസ്സിൽ റിട്ടയർ ചെയ്യാൻ നമ്മുടെ റിട്ടയർമെന്റ് കോർപ്പസിൽ വേണ്ടത്. ഇതുപോലെ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുന്ന പല കാൽക്കുലേറ്റേഴ്സും ഉണ്ട്. അത് വെച്ചും ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. ഇങ്ങനെ കാൽക്കുലേറ്റ് ചെയ്ത് കിട്ടുന്ന എമൗണ്ട് കാണുമ്പോൾ ചിലപ്പോൾ നമ്മുടെ കണ്ണ് തള്ളിപ്പോകും. ബട്ട് ഇവിടെ ടെൻഷൻ അടിക്കുകയോ അല്ലെങ്കിൽ ഇത്രയൊക്കെ കാശ് എപ്പോൾ സേവ് ചെയ്ത് ഞാൻ റിട്ടയർ ആകാനോ എന്നോർത്ത് വറി ചെയ്യുകയോ അല്ല വേണ്ടത്. ഒന്നാമത് ഈ സേവ് ബൈ ഏജ് കാൽക്കുലേഷൻ നമ്മൾ ഇതുവരെ യാതൊരുവിധ അസറ്റ്സിലും സേവ് ചെയ്തിട്ടില്ലെങ്കിൽ ഉള്ള കേസാണ്. അതുപോലെ ഇപ്പോൾ നമ്മൾ ഒരു ഫുൾ ടൈം എംപ്ലോയി ആണെങ്കിൽ PF ആയിട്ട് ഒരു പെർസെന്റേജ് സാലറിയിൽ നിന്നും സേവ് ആവുന്നുണ്ട് എന്ന് മൈൻഡിൽ കരുതണം. പിന്നെ ഇങ്ങനെ ഒരു സ്ട്രക്ചർ ഉണ്ടാക്കി സ്പെൻഡ് ചെയ്തു, സേവ് ചെയ്തു, ഇൻവെസ്റ്റും ചെയ്തു വരികയാണെങ്കിൽ റിട്ടയർമെന്റ് കിറ്റ് ബിൽഡ് ചെയ്യുന്നത് നമ്മൾ അറിയാതെ തന്നെ ഒരു ഹാബിറ്റ് ആയിട്ടുണ്ടാവും നമുക്ക്. പിന്നെ നമ്മുടെ ലൈഫിന്റെ ഓരോ ഡെക്കേഡിലെ ചിലവുകളും ഇൻകമും മാറി മാറി വരും. ഇനിഷ്യൽ ടൈമിൽ എക്സ്പെൻസസ് കൂടുതലായിരിക്കും, ഇൻകം കുറവായിരിക്കും. അടുത്തടുത്ത ഡെക്കേഡ്സ് ആകുമ്പോൾ ഇൻകം കൂടാനും തുടങ്ങും, ഓരോ എക്സ്പെൻസസ് മാറി മാറി വരും. 50s എത്തുമ്പോൾ കുട്ടികൾ അഡൾട്ട് ആകുമ്പോൾ എക്സ്പെൻസസ് കുറയും. സോ ഇതിനൊക്കെ അനുസരിച്ച് ഈ ഒരു കാൽക്കുലേഷനിൽ വേരിയേഷൻസ് വന്നേക്കാം. ബട്ട് ഇതൊരു റൂൾ ഓഫ് തമ്പായി കണ്ടാൽ മതി. ഓൾസോ ഏർലി ഏജിൽ തന്നെ റിട്ടയർമെന്റ് സേവിങ്സ് ചെയ്തു തുടങ്ങുമ്പോൾ ഉള്ള ബെനിഫിറ്റും മനസ്സിലായി കാണുമല്ലോ ഇപ്പോൾ. നമ്പർ 12, റീഡു ദ ബോക്സ്. ഇപ്പോൾ നമ്മൾ നമ്മുടെ ഒരു മണി ബോക്സ് സിസ്റ്റം ഉണ്ടാക്കി. ഇനി ഇത് അങ്ങനെ അനക്കാതെ വിട്ടേക്കാമോ എന്ന് ചോദിച്ചാൽ നോ. ഇടയ്ക്ക് കുറച്ചൊരു പൊടി തട്ടലിന്റെ ആവശ്യമുണ്ട്. ഈ സിസ്റ്റത്തിനെ ഒരു ഫ്രെയിംവർക്കായി കാണുക. ബട്ട് ഓരോ വർഷം കഴിയും തോറും നമ്മുടെ ഫൈനാൻഷ്യൽ നീഡ്സും ലൈഫും ഒക്കെ പല സ്റ്റേജസിലോട്ട് മാറും. ചിലപ്പോൾ ജോബ് ലോസ്, ജോബ് ചേഞ്ച്, ലൊക്കേഷൻ ചേഞ്ച്, പ്രഗ്നൻസി ആൻഡ് മെറ്റേണിറ്റി കാരണം കരിയർ ബ്രേക്ക് ഓർ ഈ ബ്രേക്ക് കഴിഞ്ഞുള്ള ജോബ്, കുട്ടികൾ അഡൽട്ടായി അവർ ഇൻഡിപെൻഡന്റ് ആകുമ്പോൾ അവരുടെ എഡ്യൂക്കേഷൻ, മാരേജിനായിട്ട് കരുതുന്ന മണി ആവശ്യമില്ലാതെ പിന്നീട് അതൊക്കെ റിട്ടയർമെന്റിലോട്ട് എടുക്കുന്നത്, അങ്ങനെ കുറേ ചേഞ്ചസ്. സോ ഐഡിയലി വർഷത്തിൽ ഒരിക്കൽ ഈ ബോക്സ് ഒന്ന് റീഡു ചെയ്യുക. നമ്മുടെ സിറ്റുവേഷൻ അനുസരിച്ച് ഈ ഓരോ ബോക്സിലും അലക്കേറ്റ് ചെയ്തിരിക്കുന്ന മണി സഫീഷ്യന്റ് ആണോ ഓർ സർപ്ലസ് ആണോ എന്നൊക്കെ അനലൈസ് ചെയ്ത് ചേഞ്ചസ് വരുത്തുക. ദാറ്റ് ബീയിങ് സെഡ്, സ്റ്റോക്ക് മാർക്കറ്റിന്റെ ഫ്ലക്ച്വേഷൻസിന് അനുസരിച്ച് ഈ ബോക്സിൽ റീഡു ചെയ്യുന്നത് ഒരു ബാഡ് പ്രാക്ടീസ് ആണ്. നമ്പർ 13, വിൽ ഇറ്റ്. നമ്മുടെ വില്ല് നമ്മൾ റെഡിയാക്കാത്തിടത്തോളം കാലം മണി ബോക്സ് കംപ്ലീറ്റ് ആവില്ല. നമ്മുടെ ഫാമിലിയെ നമ്മൾ കെയർ ചെയ്യുന്നുണ്ടെങ്കിൽ നോമിനേഷൻസ് മാത്രം പോരാ, വിൽ തന്നെ എഴുതണം. നമുക്ക് ഈ മരണം എന്ന കാര്യങ്ങളെ കുറിച്ച് ഡിസ്കസ് ചെയ്യാൻ മടിയും പേടിയും ഒക്കെയാണ്. ബട്ട് ഇൻ കേസ് നമ്മൾ മരണപ്പെട്ടാൽ നമ്മുടെ ഫാമിലിയിലെ ബാക്കിയുള്ളവരുടെ അവസ്ഥ എന്തായിരിക്കും എന്ന് നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ? ഗ്രീവിങ് അല്ലാതെ അവരുടെ ഫൈനാൻഷ്യൽ ലൈഫ് എങ്ങനെയൊക്കെ പോകുമെന്ന് ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ? നമ്മൾ നേരത്തെ തന്നെ നമ്മുടെ വില്ല് പ്രിപ്പയർ ചെയ്യാത്തതിന് പല കാരണങ്ങളുണ്ട്. ഒന്നാമത്, ഈ പ്രായത്തിൽ തന്നെ ഇതിന്റെയൊക്കെ ആവശ്യമുണ്ടോ, അതിന് ഇനിയും കുറെ സമയമുണ്ടല്ലോ, എന്തൊക്കെയാണേലും നമ്മൾ നല്ല ഹെൽത്തി അല്ലേ, ഈ മരണമൊക്കെ നമ്മുടെ അടുത്തെത്താൻ ഇനിയും കുറെ വർഷങ്ങളുണ്ടല്ലോ എന്നുള്ള തോട്ട്. പിന്നെ എന്റെ കുട്ടികളൊന്നും സ്വത്തിനെ ചൊല്ലി അടി ഉണ്ടാക്കില്ല, ഞാൻ സമ്പാദിച്ചതൊക്കെ എന്റെ കുട്ടികൾക്കല്ലേ എന്നുള്ള തോട്ടം. അത് മാത്രമല്ല, ഞാൻ എല്ലാത്തിനും നോമിനിയെ ആഡ് ചെയ്തിട്ടുണ്ടല്ലോ എന്നുള്ള ഒരു ധൈര്യം. ഈ നോമിനി എന്ന ആളെ ഒരു കെയർ ടേക്കർ ആയിട്ട് മാത്രം കാണുക. നമ്മുടെ ലീഗൽ ഹയറിന്റെ അടുത്ത് നമ്മുടെ അസറ്റ്സ് എത്തുന്നവരെ ടേക്ക് കെയർ ചെയ്യുന്ന ആള്. നമ്മുടെ മനസ്സിൽ ഇത് രണ്ടും ഒരാളാണെങ്കിലും നിയമത്തിന്റെ കണ്ണുകളിൽ അത് രണ്ടും വ്യത്യസ്തമാണ്. ഇനി എങ്ങനെയാണ് ഈ വില്ല് ഉണ്ടാക്കേണ്ടത് എന്ന് നോക്കാം. ഫസ്റ്റ്, നമ്മുടെ ഇപ്പോഴുള്ള അസറ്റ്സിനെ കുറിച്ച് തരം തിരിച്ചിട്ട് ലിസ്റ്റ് ഉണ്ടാക്കുക. ബാങ്ക് ഡെപ്പോസിറ്റ്സ്, ബോണ്ട്സ്, മ്യൂച്വൽ ഫണ്ട്സ്, സ്റ്റോക്സ്, പ്രോപ്പർട്ടീസ്, ഗോൾഡ്, ജ്വല്ലറി, വാഹനങ്ങള്, മറ്റേതെങ്കിലും ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ്സ് തുടങ്ങിയവയല്ല.
എന്നിട്ട് അതിനെക്കുറിച്ചുള്ള ഡോക്യുമെന്റ്സ് ഡീറ്റെയിൽസ് ഒക്കെ എവിടെയാണ് വെച്ചിരിക്കുന്നത് എന്നുമെല്ലാം ലിസ്റ്റിൽ ആഡ് ചെയ്യാം. പ്രോപ്പർട്ടി പേപ്പേഴ്സ്, ലോക്കർ കീ, ഇതൊക്കെ എവിടെയാണ് എന്നുമെല്ലാം നോട്ട് ഡൗൺ ചെയ്ത് വെക്കുക. അതിനുശേഷം അതിൽ ഏതൊക്കെ ആർക്കൊക്കെ പോകും എന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ എഴുതുക. എന്നിട്ട് അതൊക്കെ ഡേറ്റ് എഴുതി സൈൻ ചെയ്യുക. വിറ്റ്നസിന്റെ സൈനും വാങ്ങുക. അതുപോലെ ഈ വിൽ എക്സിക്യൂട്ട് ചെയ്യേണ്ട ആളെയും കണ്ടുപിടിച്ച് വെക്കുക. ഇനി കുട്ടികൾ മൈനർ ആയിരിക്കുമ്പോൾ ഒരു വിൽ എഴുതി വെക്കുക. അവർ മേജർ ആയതിനു ശേഷം എന്തെങ്കിലും വരുന്ന ചേഞ്ചസിനനുസരിച്ച് പുതിയ വില്ലും ഉണ്ടാക്കാവുന്നതാണ്. എന്നിട്ട് ഈ വില്ലിനെ കുറിച്ച് ഫാമിലി മെമ്പേഴ്സിനോട് ഡിസ്കസ് ചെയ്യാം. ഇത് യൂസ് ചെയ്യേണ്ട സിറ്റുവേഷൻ വരുമ്പോൾ ഇങ്ങനെ ഒരു സംഭവം എവിടെ ഉണ്ടാവും, ഇന്നയാളുടെ ഹെൽപ്പ് എടുക്കണം എന്നൊക്കെ. നമ്പർ 14, വാട്ട് കിൽസ് എ മണി ബോക്സ്. നമ്മൾ ഉണ്ടാക്കിയ ഈ ഒരു മണി ബോക്സ് സിസ്റ്റത്തിന് കുറച്ച് എനിമീസ് ഉണ്ട്. ഒട്ടും ചിന്തിക്കാതെ ഓരോന്നും വാങ്ങിക്കൂട്ടുന്നത്, തിരിച്ചു കൊടുക്കാൻ പറ്റാത്ത ക്യാഷ് കടമായിട്ട് വാങ്ങുന്നത്, പിന്നെ ഗ്രീഡിനെസ്. പലതരം പ്രോഡക്ട്സ്, പിന്നെ പല ബ്രാൻഡ്സ്, ന്യൂ മോഡൽസ്, അത് ഇത് എന്നൊക്കെ പറഞ്ഞ് നമ്മളെ അട്രാക്ട് ചെയ്യുന്ന പ്രോഡക്ട്സ് ഇങ്ങനെ മാർക്കറ്റിൽ വന്നുകൊണ്ടേയിരിക്കും. സോ അതില് ഏതൊക്കെയാണ് എനിക്ക് ശരിക്കും ആവശ്യമുള്ളത് എന്ന് തിരിച്ചറിഞ്ഞ് അത് മാത്രം വാങ്ങുകയും മറ്റുള്ളതില് ടെംപ്റ്റ് ആവാതെ ഇരിക്കുകയും ചെയ്യേണ്ടത് നമ്മുടെ വെൽത്ത് ബിൽഡിങ്ങിന് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതിന് ഈ മണി ബോക്സ് നല്ലൊരു ഹെൽപ്പ് ചെയ്യും. ഓരോ ആവശ്യങ്ങൾക്കായിട്ട് സ്ട്രക്ചർ ചെയ്ത് മണി അലക്കേറ്റ് ചെയ്യുമ്പോൾ അനാവശ്യ കാര്യങ്ങൾക്ക് കാശ് ഫുള്ള് സ്പെൻഡ് ചെയ്തിട്ട് സേവ് ചെയ്യാനോ ഇൻവെസ്റ്റ് ചെയ്യാനോ കാശില്ല എന്ന കംപ്ലൈന്റ് ഉണ്ടാവില്ല. ഇതുപോലെ ഒരു സിസ്റ്റം ഉണ്ടാക്കിയില്ലെങ്കിൽ കാശ് എത്ര കിട്ടിയാലും ചിലവായി പോകും. ഇപ്പോഴത്തെ കാലത്ത് കാശ് ചിലവാക്കാൻ വളരെ ഈസിയാണ്. ഫോർ എക്സാമ്പിൾ, ക്രെഡിറ്റ് കാർഡ്സ് എടുക്കും. നമ്മുടെ കയ്യിൽ ഇല്ലാത്ത ക്യാഷ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത് ഓരോന്നും വാങ്ങാനായിട്ട്. അത് ഒരു തരത്തില് കടം തന്നെയാണ്. ഇൻ കേസ് എല്ലാ മാസവും ക്രെഡിറ്റ് കാർഡ് ബില്ല് ഫുൾ ആയി ടൈമിന് അടയ്ക്കുകയാണെങ്കിൽ വിഷയമില്ല. അതെല്ലാം മറിച്ചാണെങ്കിൽ എത്രയാണ് ആനുവൽ ഇൻട്രസ്റ്റ് റേറ്റ് എന്ന് അറിയുമോ? അത് 24 to 36% ആയിരിക്കും. ഹ്യൂജ് റൈറ്റ്? നമ്മുടെ സേവിങ്സിന് 2%, FD-ല് 5 to 6%, ഡെപ്റ്റ് 8 to 10%, ഇക്വിറ്റി 12 to 15% നമുക്ക് തരുന്നതെങ്കിൽ നമ്മൾ ക്രെഡിറ്റ് കാർഡ് ബില്ല് അടച്ചില്ലെങ്കിൽ ബാങ്കിന് അങ്ങോട്ട് 24 to 36% ആണ് ഇൻട്രസ്റ്റ് ആയി കൊടുക്കേണ്ടി വരിക. സോ ഇതെല്ലാം നമ്മുടെ സ്പെൻഡിങ് ഹാബിറ്റിനെ ബേസ് ചെയ്തിട്ടാണ് ഉണ്ടാവുക. ഇനി അടുത്തൊരു ഐറ്റം ആണ് ഗ്രീഡിനെസ്. വെൽത്ത് എന്നത് നല്ലപോലെ ടൈം എടുത്ത് ഉണ്ടാക്കേണ്ടതാണ് എന്ന് ചിലർ മറക്കും. എന്നിട്ട് പെട്ടെന്ന് കുറെ കാശ് ഉണ്ടാക്കണം വെച്ച് കുറെ ട്രാപ്സിൽ പെടും. പെട്ടെന്ന് തന്നെ നമ്മുടെ പണം ഇരട്ടിയാക്കാം എന്ന് പറഞ്ഞു വരുന്ന എല്ലാ സ്കീംസിനോട് നോ പറയാൻ പഠിക്കണം. സ്പെൻഡിങ് ടു മച്ച്, ബോറോയിങ് ടു സ്പെൻഡ് ആൻഡ് ഇമ്പൾസീവ് ഇൻവെസ്റ്റ്മെന്റ് ഫണ്ട്സ് ഒക്കെയാണ് നമ്മുടെ ഹാർഡ് ഏൺ മണി സ്ട്രക്ചറിനെ കില്ല് ചെയ്യുന്ന ആൾക്കാർ. അപ്പോൾ ഇതാണ് ലെറ്റ്സ് ടോക്ക് മണിയുടെ ഫുൾ ബുക്ക് സമ്മറി. നല്ല വലിയ വീഡിയോ ആണ്. ഹോപ്പ് ഇറ്റ് വാസ് യൂസ്ഫുൾ. ഇതുപോലെ വേറെ ഏതെങ്കിലും ബുക്കിന്റെ ഫുൾ ബുക്ക് സമ്മറി വേണമെങ്കിൽ കമന്റ് ചെയ്യുക. ഓൾസോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ആൻഡ് വീഡിയോ ഇഷ്ടമായി ലൈക്കും ചെയ്യുക.